السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവും കൂടിയായ എസ് കമറുദ്ദീൻ സാഹിബ്, ഈ സമ്മേളന പ്രഖ്യാപന നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് സാഹിബ്, വേദിയിലിരിക്കുന്ന സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആദരണീയരായ നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. യൗവനം പോരാടാനുള്ളതാണ് എന്ന ശ്രദ്ധേയമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ സമ്മേളന പ്രഖ്യാപനം നിർവഹിച്ചിരിക്കുന്നത്. യുവത്വം രാജ്യത്തിന്റെ, ഒരു ജനതയുടെ വളരെ വലിയ സമ്പത്താണ്. ലോകത്ത് നടന്ന വിപ്ലവങ്ങൾക്ക്, നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങൾക്ക് മുതൽക്കൂട്ടായി വർത്തിച്ചിട്ടുള്ളത് യുവാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നതും യുവാക്കളെ തന്നെയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം തൊട്ട് രാജ്യത്തെ നെറികേടുകൾക്കും അനീതികൾക്കുമെതിരെ അതിശക്തമായി പോരാട്ടത്തിന്റെ ചരിത്രം തീർത്ത യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞുപോയിട്ടുണ്ട്. പ്രക്ഷുബ്ധമായ ആ യൗവനം ഇന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരുണത്തിലാണ് സോളിഡാരിറ്റി ഉയർത്തുന്ന മുദ്രാവാക്യം ശ്രദ്ധേയമാകുന്നത്. പോരാട്ടം വിസ്മരിച്ച യുവതയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. സമരം മറന്നുപോയ യുവജന സംഘടനകളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. മുതലാളിത്വത്തിന്റെ കളിപ്പാവകളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃപ്രസ്ഥാനത്തിന്റെ അധികാരാരോഹണ അവരോഹണങ്ങൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളെ അരാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു. മതപൗരോഹിത്യത്തിന്റെ താൽപര്യങ്ങൾക്കനുസൃതമായി താളം തുള്ളുന്ന മതസംഘടനകളും ഇസ്ലാമിന്റെ കാലിക പ്രസക്തിയെ പ്രതിനിധീകരിക്കുന്നതിന് പകരം പൗരോഹിത്യത്തെ താങ്ങി നിർത്തുന്നിടത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളീയ സമൂഹത്തെ, കേരളത്തിലെ യുവതയെ, കേരളത്തിലെ യുവജന സംഘടനകളെ പോരാട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. കേരളത്തിലെ യുവജന സംഘടനകൾക്ക് പോരാട്ടത്തെക്കുറിച്ച് ഓർമ്മകൾ സമ്മാനിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ വിജയകരമായ പ്രയാണത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ വെല്ലുവിളികൾ എന്ത് എന്ന് നാം ഓരോരുത്തരും അറിവുള്ളവരാണ്. ആ വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ, ആ വെല്ലുവിളികളെ ചെറുക്കുവാൻ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങൾ എത്രമാത്രമാണ് എന്നത് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അത്തരം ചെറുത്തുനിൽപ്പിന്റെ യൗവനം
കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് ഭംഗിവാക്കല്ല, നാം നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്ത സംസ്കൃതിയെ തോളിലേറ്റിയ, അതിന്റെ കോലം കെട്ടി അരങ്ങിൽ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ യുവതയെയാണ് നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും ദർശനങ്ങളുടെയും രാഷ്ട്രീയ മതസംഘടനകളുടെയും എല്ലാം അനുയായികൾ ഇതിൽ നിന്ന് മുക്തമല്ല. എല്ലാ യുവതയെയും എല്ലാ യുവജന സംഘടനകളെയും മുതലാളിത്ത സംസ്കാരം സ്വാധീനിച്ചു കഴിഞ്ഞു. മുതലാളിത്ത സംസ്കൃതിയുടെ ദുരന്തവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ അത് സൂചിപ്പിക്കുകയുണ്ടായി. മുതലാളിത്തം കെട്ടഴിച്ചുവിട്ട ഭോഗാസക്തി ഈ രാജ്യത്ത് ഒരു സാംസ്കാരിക ദുരന്തമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിത്യേന നമ്മുടെ മുമ്പിലെത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയെയാണ് നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പിച്ചു ചീന്തുന്ന മധ്യവയസ്കനും സ്വന്തം മകളെ തന്റെ കാമാസക്തിക്ക് ഉപയോഗപ്പെടുത്തിയതിനു ശേഷം കാമഭ്രാന്തന്മാർക്ക് മുമ്പിൽ എറിഞ്ഞുകൊടുക്കുന്ന പിതാവും ഭാര്യയെയും 5 മക്കളെയും കഴുത്ത് നെരിച്ചു കൊല്ലുന്ന കുടുംബനാഥനും ആധുനിക കേരളത്തിൽ, ആധുനിക കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത സംസ്കൃതിയുടെ ദുരന്തത്തിന്റെ അവസാനത്തെ ഒരുപാട് അടയാളക്കുറികളാണ്. ഇവിടെയാണ് ഒരു പോരാട്ടം അനിവാര്യമാകുന്നത്. ഇവിടെയാണ് ചെറുത്തുനിൽപ്പ് അനിവാര്യമാകുന്നത്. മുതലാളിത്തം മനുഷ്യ ജീവിതത്തിൽ താളം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവത മദ്യത്തിന്റെ ലോകത്താണ്. നമ്മുടെ യുവത അശ്ലീലതയുടെ ലോകത്താണ്. ചൂതാട്ടം നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് വിപ്ലവകാരികളെന്ന് അവകാശപ്പെടുന്നവർ പോലും മുതലാളിത്തത്തിന്റെ സംസ്കൃതിയെ ഈ രാജ്യത്തേക്ക് ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ തിന്മകളെ നിലനിർത്തുന്നവർ തന്നെയാണ്. എത്രമാത്രമാണ് കൂടുതൽ ലഹരി ഈ രാജ്യത്തേക്ക് കുത്തിയൊഴുക്കുക എന്നിടത്താണ് ഭരണകൂടമുള്ളത്. അതുപോലെ തന്നെ തെരുവിൽ ഇന്ന് തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ചൂതാട്ടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെയാണ് കയറ്റുമതി ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകാരികളുടെ ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതേപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൃത്തികേടുകളും നമ്മുടെ കുട്ടികളുടെ മുമ്പിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ചാനലുകളിലൂടെയും മീഡിയകളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേശ്യാവൃത്തിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഇങ്ങനെ തിന്മകൾക്ക് അംഗീകാരം നൽകുന്ന, മാന്യത കൽപ്പിക്കുന്ന, ആ തിന്മകളെ ഈ രാജ്യത്ത് നിലനിർത്തുവാൻ വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് മറുശബ്ദം ഉയർത്തേണ്ടതായിട്ട് വരുന്നത്. ഇവിടെയാണ് യുവജന പ്രസ്ഥാനങ്ങൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഇവിടെയാണ് യുവാക്കൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകളെ താങ്ങി നിർത്തുവാനും അധികാരം വിട്ടൊഴിയുന്ന പ്രതിപക്ഷ കക്ഷികളെ നിലനിർത്തുന്നതിനും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി രാഷ്ട്രീയ താൽപര്യം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമരമാമാങ്കങ്ങൾക്കപ്പുറം ആദർശബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ദിശാബോധത്തോടുകൂടി പുതിയ തലമുറയെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള യുവജന പ്രസ്ഥാനങ്ങളെ നമുക്കിന്ന് കാണുക സാധ്യമല്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തം നമ്മൾ വിഴുങ്ങിക്കഴിഞ്ഞു. മുതലാളിത്ത സംസ്കൃതി ഇനി എവിടെയാണ് എത്താൻ ബാക്കിയുള്ളത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ഭക്ഷണ രീതികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിലെല്ലാം മുതലാളിത്ത സംസ്കൃതി സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. ഇന്ന് എല്ലാ വിഭാഗത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സംസ്കൃതി തന്നെയാണ്, ഈ സംസ്കാരം തന്നെയാണ്. അതിനോട് മൂല്യവത്തായ അടിത്തറകളിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുവാനുള്ള പ്രത്യയശാസ്ത്രപരമായ ദർശനങ്ങൾ നൽകുവാൻ പോലും ആധുനിക പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ അത്തരമൊരു തലത്തെ ഈ രാജ്യത്ത് വികസിപ്പിച്ചെടുക്കുവാൻ ഇന്നുവരെ ഈ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇവിടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആദർശപരമായ അടിത്തറകളിൽ നിന്ന് വളർത്തിയെടുത്ത ഒരു തലമുറയെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ പോരാട്ടത്തെക്കുറിച്ച് സമൂഹവുമായി സംവദിക്കുന്നതിന്റെ പ്രസക്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വായിച്ചെടുക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളും ഇന്ന് മുതലാളിത്തത്തിന്റെ കരങ്ങളിലാണ്.
പണ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയാണ് മുതലാളിത്തം. പണത്തിന് വേണ്ടി ഏത് വഴികളും സ്വീകരിക്കുവാൻ മുതലാളിത്തം സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ വഴിയെയാണ് ഈ രാജ്യത്ത് അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ വ്യക്തമായി പഠിപ്പിച്ചതുപോലെ പണമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹിക ഘടന, പണമാണ് എല്ലാറ്റിനും വലുത് എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഇത്തരമൊരു കാലഘട്ടത്തെ, ഇത്തരമൊരു സംസ്കാരത്തെ, ഇത്തരമൊരു ജീവിത വീക്ഷണത്തെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. പരസ്പരം ആക്ഷേപിക്കുന്നവനും കുത്തിപ്പറയുന്നവനും ആക്ഷേപിക്കുന്നവനുമാണ് യഥാർത്ഥത്തിൽ നാശം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഖുർആൻ പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എങ്ങനെയുള്ളവരാണ് അവർ? അവർ പണം എണ്ണി നോക്കുകയും കൂട്ടിവെക്കുകയും എന്നിട്ട് അവർ പണം എണ്ണി നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ വിചാരിക്കുന്നു അവന്റെ പണം അവനെ ശാശ്വതനാക്കുമെന്ന്. തന്റെ കയ്യിലുള്ള പണം കൊണ്ട് ലോകത്തെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കുന്ന, അത് സാധിച്ചുകൊണ്ടിരിക്കുന്ന, അത് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി വികസിച്ചുവന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്ത് നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ, ആധുനിക ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ക്യാപിറ്റലിസ്റ്റുകൾ എന്ന ഉത്തരത്തിലാണ് നമ്മൾ എത്തിപ്പെടുക. മൂലധന ശക്തികളാണ് ആധുനിക ലോകത്തിന്റെ അജണ്ട നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളീയ സമൂഹത്തിന്റെ വികസന അജണ്ട നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളോ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്ന വിപ്ലവകാരികളോ അല്ല. അതും അങ്ങ് ദൂരെ നിന്ന് മൂലധന ശക്തികളാണ് നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ, അല്ലെങ്കിൽ ലോക സംവിധാനത്തിനകത്തിൽ തന്നെ അജണ്ടകൾ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന ശക്തികളെ കുറിച്ച്, പണത്തിന്റെ മേൽ ഈ രാജ്യത്തിന്റെ അധികാരം വാണുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചോ, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. പണം തന്നെ ശാശ്വതനാക്കുമെന്ന കാഴ്ചപ്പാടോടുകൂടി പണത്തിന്റെ തിണ്ണബലത്തിൽ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അതിന്റെ പരിണതിയെക്കുറിച്ച്, അതും നാശത്തിലേക്കുള്ള കൂപ്പുകുത്തലാണ്, അതല്ലെങ്കിൽ അതും നാശത്തിലേക്കുള്ള പ്രയാണമാണ്. ഒരുപക്ഷെ ആധുനിക മുതലാളിത്തം അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പാരമ്യത്തിലെത്തി നിൽക്കുന്നു. നാശത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഒടുക്കത്തിന്റെ തുടക്കം അതിനാരംഭിച്ചിരിക്കുന്നു എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടതാണ്. അവിടെയും നമ്മുടെ പോരാട്ടം പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. ആധുനിക കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തെ താങ്ങി നിർത്തുന്നതാണോ നമ്മുടെ ദൗത്യം? ആധുനിക കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന്റെ തകർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ആദർശ ആശയതലത്തിലുള്ള പോരാട്ടം ഈ രാജ്യത്ത് നിർവഹിക്കാനാണോ നമ്മുടെ ദൗത്യം എന്ന ചോദ്യം വളരെ മർമ്മപ്രധാനമാണ്. ദീർഘകാലത്തെ പോരാട്ട വീര്യമുള്ള ഈ രാജ്യത്തെ പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ വരെ മുതലാളിത്തത്തിന്റെ ഭാഗത്ത് നിന്ന് വികസനത്തിന്റെ പുതിയ പാത തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വെട്ടിത്തെളിയിക്കുന്ന പാത ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ധൂർത്തിന്റെ, ദുർവ്യയത്തിന്റെ, അതുപോലെ തന്നെ പൊങ്ങച്ച പ്രകടനത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധൂർത്തും ദുർവ്യയവും രാജ്യത്ത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയും സമ്പത്ത് സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്ന, എങ്ങനെയും സമ്പത്ത് ചിലവഴിക്കാമെന്ന് കണക്ക് കൂട്ടുന്ന, സമ്പത്ത് സമ്പാദിക്കുന്നിടത്തും ചിലവഴിക്കുന്നിടത്തും യാതൊരു നിയന്ത്രണവും വെക്കാത്ത അത്തരത്തിലുള്ള ശക്തികൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തം എന്ന് പറയുന്നത്. സമ്പത്തിന് മേൽ യാതൊരു സാമൂഹ്യ നിയന്ത്രണവും അത് വെക്കുന്നില്ല. ഈ അർത്ഥത്തിൽ ക്യാപിറ്റലുകളെ, അല്ലെങ്കിൽ മൂലധനത്തെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അതിരുകളും അതിർത്തികളും പാലിക്കാതെ പരന്നൊഴുകുവാനും, ആ മൂലധനത്തിന്റെ പരന്നൊഴുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്തെ തന്നെ കോളനിവൽക്കരിക്കുവാനുമുള്ള മുതലാളിത്ത ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. ആ പ്രതിരോധത്തിന്റെ പാതയിലാണ് ആധുനിക യുവത അണിനിരക്കേണ്ടത്. 6 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നിർവഹിച്ചോ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇത്തവണയും നമ്മൾ കങ്കേമമായി ആഘോഷിച്ചോ. എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നമ്മെ പ്രേരിപ്പിച്ച ഘടകമെന്ന് എന്റെ സുഹൃത്തുക്കൾ അറിയണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അഥവാ ബ്രിട്ടീഷുകാരന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത്. 6 പതിറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരിൽ നിന്ന്
നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഈ രാജ്യത്തെ അധികാരി വർഗത്തിന്റെ വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ നിന്നുകൊണ്ട് അടിയറവെക്കുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ ആധുനിക യുവത സന്നദ്ധമാണോ എന്ന മൗലികമായ ചോദ്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുതലാളിത്തത്തോടുള്ള സമരം ആദർശപരമായ സമരമായി രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഒരു പുതിയ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാട്ടത്തിനുള്ള അല്ലെങ്കിൽ പോരാടേണ്ടുന്ന യൗവനം എന്ന് പറയുന്നത് ആൾക്കൂട്ടമായി മാറാൻ പാടില്ല. ആദർശത്തിന്റെ അടിത്തറകളിൽ മൂല്യവത്തായ ജീവിതത്തിന്റെ പിൻബലത്തിൽ ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തെ പ്രതിരോധിക്കുവാൻ ഒരു പുതിയ തലമുറ വളർന്നു വരേണ്ടതുണ്ട്. അവർക്ക് കരുത്തുറ്റ ഒരു ഐഡിയോളജി അനിവാര്യമാണ്. മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന അരാജകത്വത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയോടും സാംസ്കാരിക ജീർണതയോടും അതിശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന അടിത്തറയുള്ള ഒരു ദർശനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ പോരാട്ടത്തിന് നാം നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കുന്നത്. സമ്പത്ത് സമ്പാദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനും നിയന്ത്രണമില്ലാത്ത ആധുനിക കാലഘട്ടത്തിലാണ് ഇസ്ലാം സമ്പത്ത് എവിടെ നിന്ന് നമുക്ക് ലഭിച്ചോ അതുപോലെ തന്നെ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു എന്ന അന്വേഷണം വിശ്വാസിക്ക് മുമ്പിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തുന്നത്. മിൻ ഐനക്തസബഹു അഫീമാ അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പത്ത് ലഭിച്ചിട്ടുള്ളത്, അത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, അഥവാ സമ്പത്ത് സമ്പാദിക്കുന്നിടത്തും ചെലവഴിക്കുന്നിടത്തും നിയന്ത്രണം വെക്കുന്ന ഒരു ശക്തമായ ഒരു വ്യവസ്ഥിതിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്, സാമ്പത്തിക കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന അരാജകത്വത്തോട് പുതിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സിദ്ധാന്തം മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയന്ത്രണങ്ങൾ അത് വെക്കുന്നു. എന്റേതാണ് കോടിക്കണക്കിന് സമ്പത്തെങ്കിലും അത് എന്റേതല്ല എന്ന് പഠിപ്പിക്കുന്നു. അത് സമ്പാദിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അമാനത്താണ് എന്നും അത് ദൈവഹിതപ്രകാരമാണ് സമ്പാദിക്കേണ്ടത് എന്നും അത് ദൈവഹിതപ്രകാരമാണ് ചെലവഴിക്കേണ്ടത് എന്നുമുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം സമ്പത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടം കൊണ്ട് പരിമിതപ്പെടുന്നില്ല, മറിച്ച് എന്റെ കയ്യിൽ വരുന്ന എന്റെ സമ്പത്തിൽ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട്. ഈ രാജ്യത്തെ 6-7 കൂട്ടർക്ക് അവകാശമുണ്ട്. എന്റേത് എന്നതല്ല, ദൈവത്തിന്റേതാണ് സമ്പത്ത്. ഈ അർത്ഥത്തിൽ സമ്പത്തിന് മേൽ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഈ രാജ്യത്ത് ഇല്ലാത്തവനു കൂടിയുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയും ആ അവകാശത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിന് പകരം വികേന്ദ്രീകരണത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്ന തത്വശാസ്ത്രം, ധനതത്വശാസ്ത്രം, അതുപോലെ തന്നെ ധൂർത്തും ദുർവ്യയവും പൊങ്ങച്ചവുമുള്ള സമൂഹത്തിൽ അതിനെ പൈശാചികതയായി വിശേഷിപ്പിക്കുന്ന ഒരു ജീവിത ദർശനം. നമുക്കറിയാം ആധുനിക സമൂഹത്തിന്റെ സ്ഥിതിവിശേഷം എന്ത് എന്ന്, നമ്മുടെ യുവതയുടെ പ്രത്യേകത എന്ത് എന്ന്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡ്രഗ്സിനും സെക്സിനും അടിപ്പെട്ട ഒരു യുവത. ആധുനിക യുവജന പ്രസ്ഥാനങ്ങൾക്ക് കീഴിലുള്ളവരും അങ്ങനെ തന്നെയാണ്. ഇന്ന് യുവജന പ്രസ്ഥാനങ്ങൾ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആശയം കൊണ്ടല്ല, അതുപോലെ തന്നെ ജീവിത ദർശനം കൊണ്ടല്ല, അവരുടെ കയ്യിലുള്ള ഐഡിയോളജി കൊണ്ടല്ല. പലപ്പോഴും സെക്സും ഡ്രഗ്സുമാണ് ആധുനിക യുവജന പ്രസ്ഥാനങ്ങൾ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വരെ ആകർഷകമായ ഘടകമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മുതലാളിത്തത്തിന്റെ ശീതള ഛായയിൽ നിന്നാണ് ആൾക്കൂട്ടത്തെ അണികളായി രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നിടത്തോളം കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെയാണ് ഇത്തരം ഒരു സംസ്കൃതിക്കെതിരെ മൂല്യവത്തായ ജീവിതം കൊണ്ട് പ്രതിരോധം തീർക്കുവാൻ ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട് എന്റേതാണ്, എനിക്ക് ദൂർത്തടിക്കാൻ അനുവാദമില്ല, എന്റേതാണ്, എനിക്ക് ദുർവ്യയം ചെയ്യാൻ അനുവാദമില്ല, എന്റേതാണ് അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അതെനിക്ക് പൊങ്ങച്ച പ്രകടനത്തിന് അനുവാദം നൽകിയിട്ടില്ല, അഥവാ അതും അപകടകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഫലത്തിന്റെ പേരിലുള്ള പൊങ്ങച്ച പ്രകടനത്തെ നിരാകരിക്കുന്ന, അതിനപ്പുറം പണത്തോട് മാന്യമായ നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിൽ നിന്നുകൊണ്ടാണ് മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സംവിധാനത്തെ ഇസ്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂല്യവത്തായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തം ഇന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്തെ യുവതയെ തന്നെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ജീർണതകളെ യഥാർത്ഥത്തിൽ നാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യനായ ഒരു സമൂഹത്തിന് പകരം സഹജീവിയോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു പുതിയ തലമുറയെ വളർത്തിയെടുത്തുകൊണ്ടാണ് പോരാടുന്ന ഒരു യൗവനത്തെ സൃഷ്ടിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. മുതലാളിത്തത്തോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ് സാമ്രാജ്യത്വം. മുതലാളിത്ത ദർശനത്തിന്റെ അടിത്തറയിലാണ് ആധുനിക സാമ്രാജ്യത്വം വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സാമ്രാജ്യത്വത്തോടുള്ള പോരാട്ടം ആധുനിക കാലഘട്ടം
കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മുതലാളിത്തത്തോട് ജീവിതം കൊണ്ടാണ് പോരാട്ടം നടത്തേണ്ടത് എന്നതുപോലെ തന്നെ സാമ്രാജ്യത്വത്തോടും ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആദർശ തലത്തിൽ നിന്നുകൊണ്ടുള്ള അതിശക്തമായ ജനകീയ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആധുനിക ലോകം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ സമരഭൂമികയാണ്. എല്ലാ തലങ്ങളിലും ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ അലയൊലികളാണ്. ഒരുപക്ഷെ വ്യത്യസ്തമായ ദർശനങ്ങളുടെ പേരിലാകാം, വിമോചന ദൈവശാസ്ത്രത്തിന്റെ അടിത്തറകളിലാകാം, അതിലുപരി അതിശക്തമായ കരുത്തുറ്റ പോരാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതിശക്തമായ ഒരു ആശയത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് സാമ്രാജ്യത്വത്തോട് ആധുനിക കാലഘട്ടത്തിലുള്ള പുതിയ ചെറുത്തുനിൽപ്പിന്റെ സമരപാത രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരത്തിന് നമ്മുടെ രാജ്യത്തും ഏറെ പ്രസക്തിയുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ആ പോരാട്ടത്തിന്റെ സമരനിര ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 6 പതിറ്റാണ്ട് മുമ്പ് കെട്ടുകെട്ടിച്ച സാമ്രാജ്യത്വത്തെ ആ 6 പതിറ്റാണ്ടിന് ശേഷം ചെറുത്തു നിൽക്കുന്നിടത്ത് നമ്മുടെ ഭരണാധികാരികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ മതസംഘടനകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിനോട് ക്ഷമിക്കണം. മതസംഘടനകളും യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പുനരാലോചന നടത്തേണ്ടതാണ്. ആലി മുസ്ലിയാരുടെ അനുയായികൾക്ക്, അതുപോലെ തന്നെ മമ്പുറം അലവി തങ്ങളുടെ അനുയായികൾക്ക്, അതുപോലെ തന്നെ അബുൽ കലാം ആസാദിന്റെ അനുയായികൾക്ക്, മൗലാന മുഹമ്മദ് അലിയുടെ അനുയായികൾക്ക്, രാജ്യത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി നിലയുറപ്പിച്ച മുസ്ലിം പണ്ഡിതന്മാരുടെ പിൻഗാമികൾക്ക് ആധുനിക കാലഘട്ടത്തിലെ സാമ്രാജ്യത്വത്തെ തിരിച്ചറിയുന്നിടത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആഗോളതലത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഈ രാജ്യത്തെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആധുനിക യുവതയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. മുതലാളിത്തം വളരെ ശക്തവും ആസൂത്രിതവുമായ നീക്കമാണ് നടത്തിയത്. സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തെ ചെറുക്കുവാനുള്ള യുവത്വത്തിന്റെ കരുത്തിനെ സുഖഭോഗ തൃഷ്ണ കടിപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചു കളയുവാൻ ആധുനിക മുതലാളിത്തത്തിന് സാധിച്ചിരിക്കുന്നു. ഇന്ന് മയങ്ങുന്ന യുവതയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇന്ന് ഫാഷൻ ഷോകളിൽ ആടിത്തുമർക്കുന്ന യുവതയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇന്ന് റിയാലിറ്റി ഷോക്ക് മുമ്പിൽ നിലകൊള്ളുന്ന യുവതയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫിലിമുകൾ, ഇന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന മാഗസിനുകൾ, ഇന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൽബങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഗൗരവബോധമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും പൈങ്കിളിവൽക്കരിക്കപ്പെട്ട ഒരു യുവത്വത്തെയാണ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള കോമാളിക്കളികളിൽ നിന്ന് ആധുനിക യുവത്വം എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കേണ്ടതുണ്ട്. ഗൗരവത്തോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വയം നിർണയാവകാശത്തെക്കുറിച്ചും ആധുനിക യുവത ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെടുന്നത്. സാമ്രാജ്യത്വം ലോകത്തിന്റെ വിവിധ കോണുകളിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയുധം കൊണ്ടാണ്. അതല്ലെങ്കിൽ ആഗോള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൂലധന ശക്തികളുടെ വ്യത്യസ്തമായ അധിനിവേശ രീതികളിലൂടെയാണ്. നമ്മുടെ രാജ്യത്തും സാമ്രാജ്യത്വം ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു എന്നെ സുഹൃത്തുക്കൾ അറിയണം. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയെക്കുറിച്ച് ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിക്കുകയുണ്ടായി. സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണോ വേണ്ടേ എന്ന ചർച്ച ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തിനിടയിൽ മാത്രമല്ല, ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി കേന്ദ്രവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആശയ സംവാദത്തിന്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണോ വേണ്ടേ എന്നുള്ളതാണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണോ വേണ്ടേ എന്ന ചർച്ചയിൽ നമ്മുടെ വ്യവസായ മന്ത്രിക്ക് ധൃതി കൂടിപ്പോയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും കാത്തുകെട്ടി നിൽക്കുവാൻ ഞങ്ങൾക്ക് സാവകാശമില്ല. അഥവാ ഈ രാജ്യത്ത് ഉള്ളവനെ പുഷ്ടിപ്പെടുത്തുവാൻ, അതുപോലെ തന്നെ ഒരുപാട് ഇളവുകളോടുകൂടി ഈ രാജ്യത്തേക്ക് മൂലധന ശക്തികളെ കുടിയിരുത്തുവാനുള്ള അമിതമായ ആർത്തിയാണ് നമ്മുടെ ഭരണാധികാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മൂലധന ശക്തികളുടെ ഓരോ പ്രൊജക്ടുകളും ഈ രാജ്യത്ത് കുടിയിരുത്തപ്പെടുമ്പോൾ ഈ രാജ്യത്തേക്ക് എടുത്തെറിയപ്പെടുന്ന, ഈ രാജ്യത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുന്ന പാർശ്വവൽക്കൃത സമൂഹത്തിന്റെ പുനരധിവാസം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ പ്രശ്നമല്ല, ഭരണകൂടത്തിന്റെ വിവാദമല്ല, പാർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിനുള്ള നിർദ്ദേശങ്ങൾ ഭരണകൂടങ്ങൾക്ക് കൈമാറപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുതലാളിത്ത ജീർണത കടിപ്പെട്ട ആധുനിക കേരളീയ സമൂഹത്തിലേക്ക്, എല്ലാ അർത്ഥത്തിലും മയക്കിക്കിടത്തിയ ആധുനിക യൗവനത്തിന്റെ ഇടയിലേക്ക് സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളെയും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ദുര്യോഗമാകാം. ഒരു കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ വേറുറ്റ പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ട് കേരളീയ സമൂഹത്തിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച പല യുവജന പ്രസ്ഥാനങ്ങൾക്കും ഇതിന്റെ പിന്നിൽ സാമ്രാജ്യത്വമുണ്ട് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് വല്ലാത്ത ദുര്യോഗമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ പോരാട്ട വീര്യം വീണ്ടെടുക്കണം, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പോരാടാനുള്ള ഒരു യൗവനത്തെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ പുതിയ യുവനിരയെ
ചിന്തയുടെ കൂടെ നനിഞ്ഞിറക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സന്നദ്ധമാകേണ്ടതുണ്ട്. നിങ്ങൾ മുതലാളിത്ത വിരുദ്ധ വികാരം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സാമ്രാജ്യത്വത്തോട് വിയോജിക്കുന്നുവെങ്കിൽ, ഇതാ അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമില്ലാത്ത ഒരു പുതിയ സമരനിരയാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാമ്രാജ്യത്വം നമ്മുടെ രാജ്യത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആളും അർത്ഥവും നൽകിക്കൊണ്ടല്ല, പട്ടാളക്കാരെ അണിനിരത്തിക്കൊണ്ടല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂലധനത്തിന്റെ പരന്തൊഴുക്കാണ് ഇന്ത്യ രാജ്യത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി സ്വന്തമായി എന്തുണ്ട് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. നമ്മുടേത് സ്വന്തം എന്ന് പറയുന്നതെല്ലാം ഇന്ന് സാമ്രാജ്യത്വത്തിന്റെ കാഴ്ചയിൽ വന്നു കഴിഞ്ഞോ. രാജ്യത്തിന്റെ കൃഷിഭൂമി എവിടെയാണുള്ളത്? 2002-നും 2006-നും ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കണക്കെത്രയാണെന്നറിയാമോ? 1.5 ലക്ഷത്തോളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നതാണ് ചോദ്യം. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഏറ്റക്കേറെക്കുറെ ചിന്തിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി ചിന്തിക്കേണ്ടുന്ന കാര്യം, ഇന്ത്യ അടിസ്ഥാനപരമായി വ്യാവസായിക രാജ്യമാണോ, ഇന്ത്യ അടിസ്ഥാനപരമായി കാർഷിക രാജ്യമാണോ എന്ന മൗലികമായ ചോദ്യമാണ്. ഇന്ത്യ അടിസ്ഥാനപരമായി ഒരു കാർഷിക രാജ്യമാണ് എങ്കിൽ ആ രാജ്യത്തിന്റെ കാർഷികമായ സമ്പൽ സമൃദ്ധിക്കു വേണ്ടിയുള്ള ഒരുപാട് നടപടികളാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ജോർജ് W. ബുഷും തമ്മിലുള്ള കരാറുകൾ രൂപപ്പെട്ടു വരുന്നത് ആണവ കരാറിൽ നിന്ന് മാത്രമല്ല. രാജ്യത്തേക്ക് സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റത്തിന്റെ കവാടം മലക്കെ തുറന്നിട്ട് കൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല, 1992 മുതൽ ആരംഭിച്ചതാണ് ഈ നീക്കം. നമ്മുടെ രാജ്യത്തേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ മറയാക്കിക്കൊണ്ടാണ് സാമ്രാജ്യത്വത്തിന്റെ കടന്നുവരവ് നമ്മുടെ രാജ്യത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കടന്നുവരവിനെ ചെറുക്കുന്ന സമൂഹം ഈ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. അതും അധികാര കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ചെറുത്തുനിൽപ്പിന്റെ ചെറിയ ചെറിയ സൂചനകൾ വരെ ഭീകരവേട്ടയുടെ മറപിടിച്ചുകൊണ്ട് തകർത്തെറിയുവാനുള്ള ശ്രമവും അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ നടക്കുന്നത്. ഉദ്ഘാടകൻ അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു മുൻമന്ത്രി, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ തന്നെ ഒരു മുൻമന്ത്രി, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഈ രാജ്യത്തുള്ള ജനവിഭാഗത്തോട് പറഞ്ഞു, ഈ രാജ്യത്തെ ഭരണകൂടം സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ നടന്ന ഭീകരവേട്ട എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണ്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സുപ്രധാനപരമായ, രാജ്യത്തെ അടിമപ്പെടുത്തുന്ന, രാജ്യത്ത് രൂപപ്പെട്ട വ്യത്യസ്തമായ പല കരാറുകളുടെയും സാഹചര്യത്തിലെല്ലാം ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. 1992 ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന്റെ ഘട്ടത്തിലാണ് അതിന്റെ ഒരുപാട് കലാപകലുഷിതമായ അന്തരീക്ഷത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് രാജ്യത്തെ ആഗോള സാമ്പത്തിക നയങ്ങൾക്ക് മൻമോഹൻ സിംഗ് അടിയറ വെച്ചത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാർഗിൽ യുദ്ധം നടക്കുന്നത് ഈ രാജ്യത്തെ വലിയ പ്രതിരോധ രഹസ്യം ചോർത്തപ്പെട്ട സന്ദർഭത്തിലാണ്. അതും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആണവ കരാർ നടന്നപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഭീകരവേട്ട നടക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഒരു വലിയ ജനവിഭാഗത്തെ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായി വേട്ടയാടുകയും ആ വേട്ടയാടുന്ന സാഹചര്യത്തെ മറയാക്കിക്കൊണ്ട് രാജ്യത്തെ തന്നെ പടയപ്പെടുത്തുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു ഗൂഢാലോചന നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ്. അഥവാ നമ്മുടെ രാജ്യത്ത് വല്ലതും ഇനി ശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ ശേഷിക്കുന്നത് കൂടി തട്ടിയെടുക്കുവാനുള്ള സാമ്രാജ്യത്വത്തിന്റെ നീക്കമാണ് ഇതെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്കുണ്ടാകണം. മാതൃപ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്തൽ മാത്രമല്ല നമ്മുടെ ദൗത്യം, മാതൃപ്രസ്ഥാനത്തെ തിരുത്തലും നമ്മുടെ ദൗത്യമാണ്. സാമ്രാജ്യത്വത്തിന് നേരെ കണ്ണടക്കലല്ല നമ്മുടെ ദൗത്യം, സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇനി നമ്മുടെ രാജ്യത്ത് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റം നടന്നു കഴിഞ്ഞോ. രാജ്യത്ത് ഇന്ന് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് കേരളമല്ല, അഥവാ കേന്ദ്രവുമല്ല. കേരളവും കേന്ദ്രവുമല്ല നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കേന്ദ്രത്തിനും അപ്പുറമുള്ള ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം ആഗോള ശക്തികളാണ് എന്നെ സുഹൃത്തുക്കൾ തിരിച്ചറിയണം. അപ്പോൾ ആഗോള അജണ്ടകളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകത്തിന്റെ വിവാദം നമ്മുടെ തെരുവോരങ്ങളിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി. ആ പാഠപുസ്തക വിവാദത്തിന്റെ മതമില്ലാത്ത ജീവനപ്പുറം, യഥാർത്ഥത്തിൽ ജീവനില്ലാത്ത അല്ലെങ്കിൽ മതമില്ലാത്ത ജീവനപ്പുറം ഈ രാജ്യത്തിന്റെ ജീവസുറ്റ യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന ആഗോള അജണ്ടകളെ തിരിച്ചറിയുവാൻ നമ്മിൽ എത്ര പേർക്കാണ് സാധിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഥവാ ഈ രാജ്യത്തെ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാൻ വേണ്ടി വന്ന ഒരു പരിഷത്തുണ്ട്, അഥവാ ഈ രാജ്യത്തെ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുവാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ ആ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാൻ വേണ്ടി വന്ന ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ മറപിടിച്ചുകൊണ്ടാണ് ആഗോള അജണ്ടകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലകളിൽ ആഗോളവൽക്കരണത്തിന്റെ ദുരന്തം
ദുരന്തം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞോ. നമ്മുടെ കാർഷിക മേഖല നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അർത്ഥത്തിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞോ. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായ രംഗവും അപ്രകാരം തന്നെയാണ്. ഇന്ത്യ രാജ്യത്ത് ശേഷിക്കുന്ന സ്വാതന്ത്ര്യവും സ്വയം നിർണയ അവകാശവും വരെ ഇപ്പോൾ ആണവ കരാറിന്റെ പേരിൽ അടിയറ വെച്ച് കഴിഞ്ഞു എന്ന് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ആണവ കരാറിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആണവ കരാർ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. ആണവ കരാർ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇനിയും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളത് കൊണ്ടാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇതിൽ വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നു, പക്ഷപാതപരമായി ചിന്തിക്കുവാൻ നിങ്ങൾ സന്നദ്ധമല്ല എങ്കിൽ, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുവാൻ നിങ്ങൾ സന്നദ്ധമാണ് എങ്കിൽ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ ഏത് കക്ഷികളെയും വെല്ലുവിളിക്കുവാൻ നമ്മൾ സന്നദ്ധമാണ്. ഈ രാജ്യത്ത് ആണവ കരാർ അഥവാ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ രാജ്യത്ത് സൈനികേതര ആണവ ഇന്ധന സഹകരണ കരാർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയ അവകാശത്തിനും ഭീഷണി ഉയർത്തുന്നതാണ്. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ അതൊരിക്കലും പര്യാപ്തമല്ല. അതുമാത്രം നമുക്ക് ഒരുപാട് പറയാനുള്ള കാര്യമാണ്. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്നാണ് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വെളിച്ചമെത്തണം. വളരെ വികാരനിർഭരമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഭാഷണം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, എന്റെ എന്റെ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഞാൻ പോയി, അഥവാ പഞ്ചാബിൽ ഞാൻ പഠിച്ച ഒരു ഗ്രാമം, ആ വെളിച്ചമില്ലാത്ത ഗ്രാമം, ആ വെള്ളമില്ലാത്ത ഗ്രാമം, അങ്ങനെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് സർദാർജി ചിന്തിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പറയുന്നു, സർദാർജി ചിന്തിച്ചത് വെളിച്ചവും വെള്ളവും ഇല്ലാത്ത പഞ്ചാബിൽ ഇരുന്നിട്ടല്ല, അങ്ങ് ന്യൂയോർക്കിൽ ഇരിക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷിന്റെ തലച്ചോറ് വെച്ചിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത് എന്ന് പറയാൻ ഞങ്ങൾക്കധികം ആലോചിക്കേണ്ടതില്ല. കാരണം വസ്തുതകൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ആണവ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. എത്രയാണ് നമ്മുടെ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയുടെ കാര്യത്തിൽ ആണവോർജ്ജം പരിഹരിക്കപ്പെടും, ആണവോർജ്ജത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഊർജ്ജ ലഭ്യതയിൽ വെറും 3% ആണവോർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 97% നമുക്ക് ലഭിക്കുന്നത് ആണവോർജ്ജമല്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 97% ഊർജ്ജം എന്ന് പറയുന്നത് അല്പം നമ്മുടെ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 10-26% ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ 10-66% എന്ന് പറയുന്നത് താപോർജ്ജവുമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തെ ഊർജ്ജ പ്രസരണ നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 22%. ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ പാർലമെന്റിലെ നമ്മുടെ പ്രണാബ് മുഖർജിയോ ഞാനൊന്ന് ചോദിക്കുന്നു, ഈ രാജ്യത്ത് 97% ഊർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെ കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടൊരു പദ്ധതിയെക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല? ലഭിച്ചുകൊണ്ടിരിക്കുന്ന 97% കാര്യക്ഷമമായി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചിന്തിക്കുവാൻ സമയമില്ല. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 22% പ്രസരണ നഷ്ടം ലഭ്യമാക്കാൻ നമുക്കെന്തെങ്കിലും വഴികളെക്കുറിച്ച് ചിന്തിക്കാമോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ആകെ കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന 3% വൈദ്യുതിയെ 4% കൂടി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ആ 4% എന്നാണ് വർദ്ധിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? 2020 ആകുമ്പോഴേക്ക് ഈ രാജ്യത്ത് 3% ഊർജ്ജമാണ് ആണവോർജ്ജത്തിൽ നിന്ന് ലഭിക്കുന്നത്. ആ ആണവോർജ്ജത്തിൽ നിന്ന് ലഭിക്കുന്ന 3% 2020 ആകുമ്പോഴേക്ക് നമുക്ക് 4% കൂടി വർദ്ധിപ്പിക്കുവാനാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. എങ്കിൽ എന്റെ സുഹൃത്തുക്കൾ അറിയണം, രണ്ടും തെറ്റാണ്. അഥവാ ഈ 2020 ആകുമ്പോഴേക്ക് 4% വർധനവ് നമുക്കുണ്ടാകും എന്ന് നിങ്ങൾ വെക്കണം. അങ്ങനെ 2020 ആകുമ്പോഴേക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർധനവിന് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഊർജ്ജ പ്രതിസന്ധിക്ക് ആണവോർജ്ജം പരിഹാരമല്ല എന്ന് അത് വെളിപ്പെടുത്തുന്നു. ഇത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്ന കാര്യമല്ല. ഇത് ആണവോർജ്ജ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PK അയ്യങ്കാരനെ പോലെയുള്ള, അതുപോലെ തന്നെ AN പ്രസാദിനെ പോലെയുള്ള, ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആണവശാസ്ത്ര വിദഗ്ധന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. 2020 ആകുമ്പോഴേക്ക് ആണവ ഇന്ധന സഹകരണ കരാറിൽ ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് അമേരിക്കക്കാരന്റെ ആണവ റിയാക്ടറും അമേരിക്കക്കാരന്റെ ആണവ ഇന്ധനവും ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് ആണവോർജ്ജം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2020 ആകുമ്പോഴേക്ക് ലഭിക്കുന്ന
ഉദ്ദേശിക്കുന്ന ഈ 4% വർധനവിന് നാം കൊടുക്കേണ്ടി വരുന്ന വില 3,30,000 കോടി രൂപയാണ്. 3,30,000 കോടി രൂപ. അതേസമയം നമുക്ക് കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ 1,20,000 കോടി രൂപ. അതേസമയം നമുക്ക് ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ലഭിക്കാൻ 90,000 കോടി രൂപ. ഇന്ത്യ രാജ്യത്തിൽ നിന്ന് 90,000 കോടി രൂപക്ക് അല്ലെങ്കിൽ 1,20,000 കോടി രൂപക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെയാണ് 3,30,000 കോടി രൂപക്ക് 2020 ആകുമ്പോഴേക്ക് 4% വർധനവിന് വൈദ്യുതി ഉൽപ്പാദിക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾ ഒപ്പുവെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമല്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി ചിന്തിച്ചത് ഗ്രാമീണനായ പഴയ വിദ്യാർത്ഥിയായിട്ടല്ല, മറിച്ച് പ്രധാനമന്ത്രിയായിട്ടുമല്ല, മറിച്ച് അദ്ദേഹം ചിന്തിച്ചത് 8-10 കൊല്ലം മുമ്പ് ലോകബാങ്കിന്റെ ഉദ്യോഗസ്ഥനായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്ത കാലഘട്ടത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ തലച്ചോറുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാമത് ഞാനൊരു കാര്യം പറയട്ടെ. രണ്ടാമത് ഭരണകൂടവും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന കരാറിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുകയല്ല. പക്ഷേ അപകടകരമായ ചില വിഷയങ്ങൾ നിങ്ങൾ അറിയണമെന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് പല ആളുകളും ഇതിനെക്കുറിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ ഇന്ത്യ രാജ്യത്തെ കാഴ്ചവെച്ച ഈ രാജ്യത്തെ കൂട്ടിക്കൊടുപ്പിന് നേതൃത്വം കൊടുത്തവർ ജമാഅത്തെ ഇസ്ലാമിയ ദേശസ്നേഹം പഠിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്. ഈ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളീയ സമൂഹത്തിൽ പ്രഭാഷണം നടത്തുന്ന വേദികളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്നും ദേശവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവരാണ്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി പറയുന്നു, രാജ്യത്തിന്റെ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ എതിർക്കേണ്ടി വന്നത്. ഇത് വിശദമായി പരാമർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൈഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ബാധകമല്ല എന്ന വിവരക്കേട് ഇനിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എവിടെയും പറഞ്ഞു പോകരുത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്ന കരാറിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഹൈഡ് ആക്ട് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടത്തിയിരിക്കുന്ന 1-2-3 കരാറിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പരാമർശിക്കുന്നത് ഈ ഹൈഡ് ആക്ടിനെ കുറിച്ചാണ്. ആ ഹൈഡ് ആക്ട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ധാരാളം പ്രകൃതിദത്ത യുറേനിയം ഉണ്ട്. ആ യുറേനിയം സമ്പുഷ്ടീകരണം ഇനി ഇന്ത്യക്ക് അനുവാദമില്ല. ആണവ പരീക്ഷണം നടത്തുവാൻ ഇന്ത്യക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ അമേരിക്ക ആസൂത്രണം ചെയ്യുന്ന ഏത് സൈനിക പദ്ധതികളിലും ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കണം. ഇറാനിനെതിരെ അമേരിക്ക നടത്തുന്ന ഏത് സൈനിക നീക്കത്തെയും ഇന്ത്യ പിന്തുണക്കണം. ഈ പറയുന്ന വളരെ മൗലികമായ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറുമായി ബന്ധപ്പെട്ട ഇതിലെ വ്യവസ്ഥകളോട് ഏത് രീതിയിലാണ് ആണവ കരാറിനെ പിന്തുണക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയുക? അതുകൊണ്ട് തീരുന്നുണ്ടോ? തീരുന്നില്ല. അമേരിക്കൻ കോൺഗ്രസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഓരോ വർഷവും ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് റിപ്പോർട്ടിംഗ് നടത്തണം. ആ റിപ്പോർട്ടിംഗ് നടത്തുന്നതിനെ കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ മൻമോഹൻ സിംഗിനോട് പാർലമെന്റ് അംഗങ്ങൾ ചോദിച്ചോ, ഇത് ഏറ്റവും വലിയ അടിമത്തമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോർജ് ഡബ്ല്യു ബുഷുമായിട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധികളുമായിട്ടും സംസാരിച്ചിട്ട് ആ വ്യവസ്ഥയിൽ അയവ് വരുത്താൻ ഞാൻ സന്നദ്ധമാണ്. അയവ് വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അവസാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഹൈഡ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയ അവകാശത്തെയും ചോദ്യം ചെയ്യുന്നതാണ് എന്നെന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അഥവാ ഇത് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാണോ? പരിഹാരമല്ല. രണ്ടാമതായി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹൈഡ് ആക്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയ അവകാശത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആണവ പരീക്ഷണം നടത്തണമെന്ന അവകാശവാദമൊന്നും നമുക്കില്ല. പക്ഷേ ഈ രാജ്യത്ത് ആണവ ക്ലബ്ബ് രാഷ്ട്രങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന 5 ആണവ ക്ലബ്ബ് രാഷ്ട്രങ്ങൾ നമ്മോട് ഈ നിർദ്ദേശം വെക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ NPT കരാറിൽ ഒപ്പുവെക്കാതിരുന്നത്? അമേരിക്കയും അതുപോലെയുള്ള 5 രാഷ്ട്രങ്ങളും ആണവായുധങ്ങൾ കടയിരുന്നു കൊണ്ട് ഇന്ത്യയെ കൊണ്ട് NPT കരാറിൽ ഒപ്പുവെക്കരുത് എന്നതാണ് നമ്മുടെ നിർദ്ദേശം. പക്ഷേ ഇനി NPT കരാറിൽ ഒപ്പുവെച്ചതിന് സമാനമാണ് ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അഥവാ നാം ആണവ പരീക്ഷണം നടത്തിയാൽ അതോടുകൂടി നിങ്ങൾക്ക് ആണവ ഇന്ധനം തരുന്നത് നിർത്തലാക്കാൻ പോവുകയാണ്. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 തവണ IAEA-യിൽ അഥവാ ഇന്ത്യൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗത്തിൽ 2 തവണ ഇറാനെതിരെ അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്ക് വോട്ട് ചെയ്യേണ്ടി വന്നു. ഇത് ഇന്ത്യയുടെ പാരമ്പര്യമാണോ? ഇത് നെഹ്റുവിന്റെ പാരമ്പര്യമാണോ? ഇത് ഇന്ത്യ രാജ്യം സ്വീകരിച്ചു പോരുന്ന ചേരിചേരാ നയത്തിന് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് ഈ രാജ്യത്ത് ചേരിചേരാ നയം കൊട്ടിഘോഷിക്കുന്ന ഈ രാജ്യത്തെ ആണവ കരാറിന്റെ വക്താക്കൾ മറുപടി പറയേണ്ടതാണ്. അപ്പോൾ രാജ്യത്തിന്റെ ചേരിചേരാ നയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് 2 തവണ ഇറാനെതിരെ അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ബംഗാൾ ഉൾക്കടലിൽ സംയുക്ത സൈനികാഭ്യാസം നടന്നു അമേരിക്കയോടൊത്ത്. മിസോറാമിൽ
സംയുക്ത സൈനികാഭ്യാസം നടന്നു അമേരിക്കയോടത്ത്, മണിപ്പൂരിൽ സംയുക്ത സൈനികാഭ്യാസം നടന്നു അമേരിക്കയോടത്ത്, ഇനി ഇത് അറബിക്കടലിൽ സംയുക്ത സൈനികാഭ്യാസം നടക്കാൻ പോവുകയാണ് അമേരിക്കയോടത്ത്. ഈ രാജ്യത്ത് ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നടന്ന സംയുക്ത സൈനികാഭ്യാസത്തെക്കുറിച്ച് MJ അക്ബർ എന്ന് പറയുന്ന ഇന്ത്യയിലെ കോളമിസ്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ നടന്നത് സംയുക്ത സൈനികാഭ്യാസമല്ല, ബംഗാൾ ഉൾക്കടലിൽ നിന്നുകൊണ്ട് ഇറാനിലേക്ക് എങ്ങനെ മിസൈൽ അയക്കാം എന്നതിനെ കുറിച്ചുള്ള പരീക്ഷണമായിരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് MJ അക്ബർ എന്ന് പറയുന്ന കോളമിസ്റ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തിയുടെ സൈനിക താവളമാക്കുവാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ആണവ കരാറിന്റെ വ്യവസ്ഥകളിൽ അങ്ങോളം ഇങ്ങോളം അടങ്ങിയിട്ടുള്ളത്. ഇനി എന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വികാരനിർഭരമായ പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തിയ മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, കൽക്കരി കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇത് അദ്ദേഹത്തിന്റെ ഒരു വാദമാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രകൃതി പരിസ്ഥിതി പ്രശ്നമാണോ, അതിനപ്പുറത്തേക്ക് ന്യൂക്ലിയർ വേസ്റ്റ് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന റേഡിയേഷനാണോ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക? 10,000 വർഷത്തിലേറെയാണ് അതിന്റെ കണക്ക് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു. 10,000 വർഷത്തിലേറെ റേഡിയേഷൻ സൃഷ്ടിക്കുവാനുള്ള കരുത്ത് ഈ രാജ്യത്ത് പുറത്തേക്ക് തള്ളുന്ന ന്യൂക്ലിയർ വേസ്റ്റിനുണ്ട്. ഇന്ത്യ രാജ്യം അവിടെ നിൽക്കട്ടെ, അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി അവർ പുറത്തേക്ക് തള്ളുന്ന ന്യൂക്ലിയർ വേസ്റ്റ് തള്ളുന്നതിന് വേണ്ടിയിട്ട് ശാന്തമഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ കോൺക്രീറ്റ് അറകൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അത്തരം കോൺക്രീറ്റ് അറകൾ നിർമ്മിക്കുമ്പോൾ അത് ഭൂകമ്പ സാധ്യതയുള്ളയിടത്ത് നിർമ്മിക്കരുത് എന്നതാണ് നിർദ്ദേശം. അത്രമാത്രം ഭദ്രമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് അറകൾ നിർമ്മിച്ചിട്ട് അമേരിക്കക്കാരന് ന്യൂക്ലിയർ വേസ്റ്റ് തള്ളാൻ ചെലവ് വന്നത് എത്രയാണെന്ന് അറിയാമോ? $70,000 കോടി. $70,000 കോടി. ഇന്ത്യക്ക് എവിടെ നിന്നാണ് $70,000 കോടി കിട്ടാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് അപകടകരമായ കരാറാണ്, ഇത് പാരിസ്ഥിതിക പ്രത്യാഘാതമുള്ള കരാറാണ്. അമേരിക്കയിൽ എത്രയാണ് ആണവോർജ്ജമെന്ന് നിങ്ങൾക്കറിയാമോ? 20%. എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, എന്തിനാണ് അമേരിക്ക യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്? എന്തിനാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണപ്പാടം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ ആണവോർജ്ജം പരിഹാരമാണ് എങ്കിൽ അമേരിക്കയ്ക്ക് തന്നെ അത് ആകാവുന്നതല്ലേ? അപ്പോൾ അവർ എണ്ണപ്പാടം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാണ്. അമേരിക്കയിൽ ഈ അടുത്ത് $10,000 കോടി വിൻഡ് എനർജിക്ക് വേണ്ടി അവർ നീക്കിവെച്ചോ, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ. എന്തേ അത്തരം പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത്? അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതസമര കാലഘട്ടത്തിൽ കെട്ടിപ്പോറ്റി വെച്ചിരിക്കുന്ന ആണവ ഇന്ധനം വിറ്റഴിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട കരാറാണ് ആണവ കരാർ. അതുകൊണ്ടാണ് കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് മിസ്റ്റർ ജോർജ് W. ബുഷ് അവിടെയുള്ള ആണവോർജ്ജ വ്യവസായികൾക്ക് $18 ബില്യൺ സബ്സിഡി പ്രഖ്യാപിച്ചത്. ഞാൻ അതിനെ വിശദമായി പരാമർശിക്കുകയല്ല. പക്ഷേ ഈ രാജ്യത്തെ ചില ആളുകൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിവേകത്തോടുകൂടി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് ചിന്തിക്കുന്ന ജനവിഭാഗമുണ്ട് എങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി പറയുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1979 ശേഷം ഒരു രാഷ്ട്രവും ആണവോർജ്ജ നിലയങ്ങൾ ഒരു രാഷ്ട്രവും സ്ഥാപിച്ചിട്ടില്ല. NST ഗ്രൂപ്പിൽപ്പെട്ട് 45 രാഷ്ട്രങ്ങളുണ്ട്. ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിൽ 45 രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആണവ ഇന്ധനം വിതരണം ചെയ്യുന്ന രാഷ്ട്രം ഓസ്ട്രേലിയയാണ്. ആ ഓസ്ട്രേലിയ പോലും ആണവ നിലയങ്ങൾ 10-30 കൊല്ലമായിട്ടുണ്ടാക്കിയിട്ടില്ല. അവർക്ക് വേണ്ടാത്ത ഒന്ന് ഈ രാജ്യത്തമ്മിന്റെ മേൽ കെട്ടിവെക്കുവാനുള്ള പരിശ്രമത്തെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചാൽ പഴയ കണക്ക് മുതൽ നമുക്ക് തുടങ്ങേണ്ടി വരുമെന്ന് മാത്രമാണ് KPCC പ്രസിഡന്റിനോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 1975 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ തടവറയിലിട്ടപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ രാജ്യദ്രോഹം കൊണ്ടും ഞങ്ങളുടെ രാജ്യസ്നേഹം കൊണ്ടുമായിരുന്നു. 1992 ഡിസംബർ 6 കറുത്ത ഞായറാഴ്ചയിൽ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്തപ്പോൾ മതേതരത്വത്തിന് വേണ്ടി ഞങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ രാജ്യദ്രോഹം കൊണ്ടും ഞങ്ങളുടെ രാജ്യസ്നേഹം കൊണ്ടുമായിരുന്നു. 1992 രാജ്യത്തെ ആഗോള സാമ്പത്തിക നയങ്ങൾക്ക് കീഴ്പ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രാജ്യത്തോട് ഞങ്ങൾക്ക് കൂറുള്ളത് കൊണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇതില്ലാതെ പോയത് കൊണ്ടായിരുന്നോ? ഏറ്റവും അവസാനം ഈ അർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് ആണവ കരാറിലും രാജ്യത്തെ കുരുക്കിയിട്ടിരിക്കുന്നു എന്ന് എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആണവ കരാർ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ ഇന്ത്യയെ കാഴ്ചവെച്ചതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നത്, പൊരുതുന്ന യൗവനത്തെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. ആധുനിക യുവതയുടെ മസ്തിഷ്ക പ്രക്ഷാളനം, ആധുനിക യുവതയെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവന്റെ ജീവിതത്തിലേക്ക് മുതലാളിത്തത്തിന്റെ ജീർണതയെ കുത്തിയൊഴുക്കി എന്നിട്ട് ആധുനിക യുവതയെ മയക്കിക്കിടത്തി മുതലാളിത്തത്തിന്റെ വൈതാളികരും കോമാളിക്കൂട്ടങ്ങളുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന മുതലാളിത്ത ദർശനത്തെ മൂല്യവത്തായ അടിത്തറകളിൽ നിന്നുകൊണ്ട് ചെറുക്കാൻ കഴിയുന്ന ഒരു പുതിയ പടയണി ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായി വന്നിരിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ വൈവിധ്യമാർന്ന
നേതാക്കന്മാർ മുഖത്തോടുകൂടിയുള്ള അധിനിവേശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അധികാര കേന്ദ്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ പിൻബലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ അജണ്ടകളെ തുറന്നു കാണിച്ച് ജനകീയ ചെറുത്തുനിൽപ്പിലൂടെ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു പുതിയ സമരനിര നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു വരേണ്ടിയിരിക്കുന്നു. അതിലുപരി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയും നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യ രാജ്യത്തെ ഫാഷിസം ഒരു പ്രശ്നം തന്നെയാണ്. വർഗീയ ഫാഷിസവുമായി ബന്ധപ്പെട്ടും ശക്തമായ ഒരു സമൂഹം അല്ലെങ്കിൽ ശക്തമായ ഒരു സമരനിര നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് ഈ രാജ്യത്ത് ഇടം നൽകുന്നിടത്ത് വർഗീയ കക്ഷികളും ഒട്ടും പിന്നിലല്ല. ആണവ കരാറിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് ആഗോള സാമ്പത്തിക നയങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് കൊടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ രാജ്യത്തെ NPA സർക്കാരിന് മാറി നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഒരു ഭാഗത്ത് ആഗോള മുതലാളിത്ത സാമ്രാജ്യത്വവും മറുഭാഗത്ത് വർഗീയ ഫാഷിസവും നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു. അതുകൊണ്ട് അവർഗീയമായ സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്നത്. യുവത്വം അവർഗീയവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. സാമുദായിക മത സങ്കുചിത താല്പര്യങ്ങൾക്കപ്പുറം ആദർശ സമൂഹമായിട്ട് മാറേണ്ടതുണ്ട്. കക്ഷി താല്പര്യങ്ങൾക്ക് അതീതമായി ആദർശബോധത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ അവർ സന്നദ്ധമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശരിതെറ്റുകൾ വിച്ഛേദിച്ചറിയാൻ കഴിയുന്ന വിവേകം ആധുനിക യുവത കാണിക്കേണ്ടതുണ്ട്. എന്റെ സുഹൃത്തുക്കൾ അറിയണം, ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയും ഏറ്റവും വലിയ പ്രശ്നമാണ്. വർഗീയതയെ പ്രതിവർഗീയത കൊണ്ടല്ല നേരിടേണ്ടത്, തീവ്രവാദത്തെ പ്രതിതീവ്രവാദം കൊണ്ടല്ല നേരിടേണ്ടത്. അവർഗീയമായ സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ നാം വിഭാവന ചെയ്യേണ്ടത്. സോളിഡാരിറ്റി നിലകൊള്ളുന്ന ഐഡിയോളജിക്കകത്തിൽ നിന്നുകൊണ്ട് വർഗീയതക്കെതിരെ പോരാടുവാനുള്ള അതിശക്തമായ അടിത്തറകൾ സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരിക്കലും ഇസ്ലാമിക ദർശനം മുന്നോട്ട് വെക്കുന്നത് ഒരു ഏകശിലാ സമൂഹത്തെയല്ല, വൈവിധ്യമാർന്ന സമൂഹത്തെയാണ്. നാനത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ദൈവം തമ്പുരാൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഒരു ജനതയെ ഒറ്റ ജനതയായി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. വൈവിധ്യം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ അംഗീകരിച്ചതാണ്. മഹാനായ പ്രവാചകൻ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇസ്ലാമിക രാജ്യത്തിന്റെ അടിത്തറവാകിയ സാഹചര്യത്തിൽ ഇതൊരൊറ്റ സമൂഹമാണ് എന്ന് മഹാനായ പ്രവാചകൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇസ്ലാമിക് സൊസൈറ്റിക്കകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജൂത സമൂഹം ഉണ്ടായിരുന്നു. അഥവാ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന നാനത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ തട്ടിത്തകർക്കാത്ത ഏകശിലാ സമൂഹമാണ് ഇസ്ലാമിക് സൊസൈറ്റി എന്ന തെറ്റിദ്ധാരണക്ക് അറുതി വരുത്തുന്ന അതിശക്തവും വിശാലവുമായ ഒരു നിലപാടാണ് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത്. അവർഗീയമായ സമൂഹം, ആദർശ സമൂഹം, വ്യത്യസ്തമായ വീക്ഷണങ്ങളും ചിന്താഗതികളും വെച്ചു പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന സമൂഹം, അത്തരത്തിലുള്ള ഒരു അവർഗീയ സമൂഹത്തെ തീർക്കുന്നതിന് വേണ്ടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 6 പതിറ്റാണ്ട് കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രവും 5 വർഷത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ചരിത്രവും പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇടപെടലുകളുടെയും സേവനത്തിന്റെയും ഗുണഭോക്താക്കൾ ആര് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക മനുഷ്യരാണ് എന്നുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് മത സാമുദായിക ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലല്ല സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ സേവനത്തിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് പ്രവാചകന്റെ പാതയാണ്. മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നിടത്ത് ഇസ്ലാമിക ദർശനത്തിന്റെ പ്രബോധകനായ പ്രവാചകൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ആ മൗലികമായ അവകാശങ്ങൾ നിരാകരിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തിന് അത് പരിപൂർണമായി നേടിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു. ആ പ്രവാചക പാത അനുധാവനം ചെയ്തുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പൊരുതുന്ന യൗവനത്തെ പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആ പൊരുതുന്ന യൗവനത്തിന്റെ പക്ഷം ചേരുവാൻ എത്രമാത്രം നമുക്ക് സന്നദ്ധമാകാൻ കഴിയുമെന്നതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കേണ്ടത്. മുതലാളിത്തത്തെ ചെറുക്കാൻ, അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ, അതേപോലെ തന്നെ അവർഗീയമായ സമൂഹം കെട്ടിപ്പടുത്തുകൊണ്ട് വർഗീയതയെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നമുക്ക് സാധ്യമാണോ എന്ന അന്വേഷണമാണ് പൊരുതുന്ന യൗവനത്തിലൂടെ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞകാല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞകാല സമരങ്ങൾ ഇതിന്റെ നേർസാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വിശകലനം ചെയ്യപ്പെടുന്ന പ്രസ്ഥാനമാണ്. വിലയിരുത്തപ്പെടുകയും വിമർശനങ്ങൾ ഇവിടെ കൂരമ്പുകൾ എഴുതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വിശകലനം ചെയ്യട്ടെ. സോളിഡാരിറ്റിയുടെ കഴിഞ്ഞകാല സമരങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ആ സമരത്തിന്റെ തൗഹീദ് എന്താണ്? ആ സമരത്തിന്റെ ദർശനം എന്താണ്? എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം ചെയ്യുവാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? ഈ കൊച്ചു കേരളം ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന കൊച്ചു കേരളത്തിൽ എന്തിനാണ് ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ഒരു വലിയ റോഡ് വന്നപ്പോൾ
നിങ്ങൾ എതിർത്തത് എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. സോളിഡാരിറ്റിയുടെ കഴിഞ്ഞകാല സമരങ്ങളെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല, അഥവാ ഖേദിക്കേണ്ടതില്ലാത്ത വിധം ആലോചിച്ചതിന് ശേഷമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ തെറ്റുവന്നാൽ തിരുത്തുവാനും ഞങ്ങൾ സന്നദ്ധമാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. എക്സ്പ്രസ് ഹൈവേ സമരം തൊട്ട് സോളിഡാരിറ്റി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന സമരത്തിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയമാണ്. ഈ രാജ്യത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ എവിടെ നിന്നാണ് കടന്നു വരുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണോ? അല്ല. അത് ഡൽഹിയിൽ നിന്നാണോ? അല്ല. ഈ രാജ്യത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ പ്രകടന പത്രികയിൽ നിന്നാണോ? അല്ല. അത് അങ്ങ് വിദേശത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളാണ്. അതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ അജണ്ടകളാണ്. അത് നടപ്പാക്കപ്പെടുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ തദ്ദേശീയരായ ജനവിഭാഗമാണ്. ഇവിടെ നമ്മൾ എവിടെയാണ് നിലകൊള്ളേണ്ടത്? എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അത് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ 5% ജനവിഭാഗത്തിന്റെ വേണ്ടി. 7.5 മീറ്റർ പൊക്കത്തിൽ ഈ കൊച്ചു കേരളത്തിന്റെ നിമ്നോന്നമായ പ്രദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു വൻ മതിൽക്കെട്ട് കണക്കെ ഈ രാജ്യത്തിൽ നിന്ന് 19 കവാടത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഒരു രാക്ഷസപാത വേണോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അത് 5% 1000 രൂപ കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് 5 മണിക്കൂർ കൊണ്ട് എത്താനുള്ള അവസരം ഒരുക്കും എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് തടയപ്പെടുന്ന കൊച്ചു കൊച്ചു റോഡുകളും അത് തടയപ്പെടുന്ന കൊച്ചു കൊച്ചു റോഡുകളും അതുപോലെ തന്നെ അത് മണ്ണിട്ട് നികത്തുന്ന ഈ രാജ്യത്തിന്റെ ജലസ്രോതസ്സുകളും അത് അതിർത്തിയായി ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് മുമ്പിൽ കലാലയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വയലേറകളിൽ നിന്നും കൊച്ചു വീടുകളിൽ നിന്നും അതിരി തെറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ അതിന്റെ ഭീഷണിയിൽ നിന്നോ ഈ രാജ്യത്തെ ജനവിഭാഗത്തോടൊപ്പമാണോ ഞങ്ങൾ നിലയുറപ്പിക്കേണ്ടത്? അതല്ല, ഈ 5%-ഓടൊപ്പമാണോ? ഇവിടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സാമ്രാജ്യത്വ അജണ്ടയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വികസനത്തിന്റെ പിന്നിലുള്ള ഉപരിവർഗ താല്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഇല്ലാത്തവന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചത്. രണ്ടാമത് നിങ്ങൾക്കറിയാം, ഫ്ലക്ഷ്മട സമരം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പല ആളുകളും ഞങ്ങളെ പരിഹസിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുമല്ല, അൻഹയൊന്നുമല്ല, മറിച്ച് അവർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈലമ്മയാണ്. എന്തെല്ലാം പരിഹാസങ്ങളാൽ! ഞങ്ങൾ പകരം CD ഇറക്കിയിട്ടില്ല, ഞങ്ങൾ പകരം പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടില്ല, ഞങ്ങൾക്കതിന് സമയമില്ലായിരുന്നു. കാരണം ആദർശ യൗവനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോലും ഞങ്ങളുടെ അജണ്ടയിൽ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് തെരുവ് യുദ്ധങ്ങൾ ഞങ്ങൾക്കെതിരെ നടന്നിട്ടുള്ളത്. ആ തെരുവ് യുദ്ധങ്ങളെ അർഹിക്കുന്ന പരിഗണനയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ എവിടെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്? 6 കൊല്ലം വെള്ളം കിട്ടാത്ത, കുടിവെള്ളം കിട്ടാത്ത ആദിവാസികൾ, അവർ മനുഷ്യരല്ലേ? 6 കൊല്ലം കുടിവെള്ളം കിട്ടാത്ത ആദിവാസികൾ ഇന്ന് 6 കൊല്ലം തികഞ്ഞ കാച്ചുമടയിലേക്ക് ഇന്ന് നിങ്ങൾ വണ്ടി കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുട്ടികളും കുടങ്ങളുമായിട്ട് കൊക്കക്കോള കമ്പനിയുടെ ഈ ടാങ്കറുകളോട് വരുന്നത് കാത്തു നിൽക്കുന്ന ഒരുപാട് കൊച്ചു കൊച്ചു അമ്മമാർ. എന്തിനാണ് അവർ നിലകൊള്ളുന്നത്? കുടിവെള്ളത്തിന് വേണ്ടി. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് കുടിവെള്ളവും അതുപോലെ തന്നെ ശുദ്ധവായുവും ശുദ്ധജലവും അതുപോലെ തന്നെ ഭൂമിയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് അതുപോലുള്ള ചികിത്സയുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ മൗലികാവകാശമാണ്. ശുദ്ധജലവും ശുദ്ധവായുവും ഭൂമിയും ദൈവദത്തമായ അനുഗ്രഹമാണ്. ഈ രാജ്യത്ത് എല്ലാ ജനവിഭാഗത്തിനും അവകാശപ്പെട്ടതാണ്. അന്നാസ് ശുറകാഉൻ ഫിൽ മാഇ വൽ കലഇ വന്നാർ എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ദൈവം തമ്പുരാൻ അർഹമായി അംഗീകരിച്ചു കൊടുത്ത ദൈവദത്തമായ അനുഗ്രഹത്തെ സാമ്രാജ്യത്വ കുത്തക കമ്പനി തട്ടിയെടുത്തതിന്റെ പേരിൽ മനുഷ്യന്റെ മൗലികമായ അവകാശം 6 കൊല്ലം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ പക്ഷത്താണോ നമ്മൾ നിലയുറപ്പിക്കേണ്ടത്? അതല്ല. അത് തട്ടിയെടുത്ത് അവിടെ കമ്പനി സ്ഥാപിച്ച് അത് വിശദ്രാവകമാക്കി അത് വിറ്റഴിച്ച് അതിന്റെ പണം കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെയും ഫലസ്തീനിലെയും ലബനാനിലെയും ഇറാഖിലെയും ഇറാനിലെയും പാവപ്പെട്ട ഉമ്മമാരുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട എതിർത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ഭീകരന്റെ പക്ഷത്താണ് നിലകൊള്ളേണ്ടത്. ഞങ്ങളുടെ തൗഹീദ് ഞങ്ങളെ നിലനിർത്തിയത് സാമ്രാജ്യത്വത്തിന്റെ പക്ഷത്തല്ല, സാമ്രാജ്യത്വ വിരുദ്ധ പക്ഷത്താണ്, അഥവാ കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ആദിവാസികളുടെ പക്ഷത്താണ്. മഹാനായ പ്രവാചകന്റെ ചരിത്രം നമ്മെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പലതവണ ഞങ്ങളുടെ പല വേദികളിൽ നിന്ന് പലതവണ ഇത് പറയുകയും പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്തതാണ്. അഥവാ ജൂതന്റെ കയ്യിൽ നിന്ന് കിണർ വാങ്ങാൻ ചരിത്രത്തിൽ നിന്നും അതിന്റെ ഒരു സ്മാരകം നിങ്ങൾക്ക് മദീന മുനവ്വറയുടെ പരിസരത്ത് കാണാൻ കഴിയും. എന്താണ് അതിന്റെ സ്മാരകം എന്ന് ചോദിച്ചാൽ ബിർ ഉസ്മാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കിണറിന്റെ ചരിത്രം കുടിവെള്ളത്തിന്റെ ചരിത്രമാണ്. മനുഷ്യന്റെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കുടിവെള്ളത്തിന്റെ രാഷ്ട്രീയമാണ് ആ ബിർ ഉസ്മാൻ ഇന്നും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്ലാച്ചിമട സമരം ഈ അർത്ഥത്തിലാണ് സോളിഡാരിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. മൂലംപള്ളി സമരവും അങ്ങനെ തന്നെയാണ്. ഭൂമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോ. സങ്കര ഭൂസമരം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അത് ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തുടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രഖ്യാപിക്കാനാണ്. അതിന്റെ വരും
പിൻവരായികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യാതൊരു ടാക്സും ഇല്ലാത്ത, യാതൊരു തൊഴിൽ നിയമങ്ങളും ഇല്ലാത്ത, അത് ഏറ്റെടുക്കുന്ന ആളുകളെ ഡെവലപ്പറായി കാണുന്ന, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും അതിനകത്ത് അനുവദിക്കുന്ന, രാഷ്ട്രത്തിനകത്ത് മറ്റൊരു രാഷ്ട്രം ജന്മം കൊള്ളുന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണം. എന്നിട്ട് പാർട്ടി അതിന് തിടുക്കം കാണിക്കുന്നു. അതൊരു മാർഗതടസ്സമായി 85 തികഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അദ്ദേഹത്തോട് ഈ രാജ്യത്തെ ഒരു യുവജന പ്രസ്ഥാനം പറയുകയാണ് മറ്റൊരു യുവജന പ്രസ്ഥാനത്തോട് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് എസ് പിന്തുണക്കരുത് എന്ന്. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രാജ്യത്തെ മുഖ്യധാര യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം AIYF-നോടല്ല അത് പറഞ്ഞത്, മറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് പറഞ്ഞത് കയ്യടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിനെ എഴുന്നള്ളിക്കരുത് എന്ന്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം ഒരു മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ എത്തിപ്പെട്ടു. എന്തിന്റെ പേരിലാണ്? ഈ രാജ്യത്തേക്ക് കടന്നുവരുന്ന വലിയ വലിയ മൂലധന ശക്തികളെ കുടിയിരുത്താൻ, അവർക്ക് രാജ്യത്തിനകത്ത് രാജ്യം സ്ഥാപിക്കുവാൻ അനുവാദം കൊടുക്കാൻ വേണ്ടി. അത് വേണോ വേണ്ടേ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം ഞങ്ങൾ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് തന്നെ വിവാദങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, ഈ കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന പ്രൊജക്ടുകളുടെ എഫക്ട് ചെയ്ത അല്ലെങ്കിൽ പ്രൊജക്ട് പുറന്തള്ളിയ പാവപ്പെട്ട ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം, അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്? മൂലമ്പള്ളി നിവാസികളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അവരാരും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന വൻ വികസന പദ്ധതിയുടെ എതിരാളികളല്ല. അവർ കേരളീയ സമൂഹത്തോട് പറഞ്ഞ കാര്യം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന പദ്ധതി വന്നോട്ടെ, പക്ഷേ ഞങ്ങൾ നാളുകളായി കെട്ടിപ്പൊക്കിയ ഞങ്ങളുടെ കൊച്ചു കുടിലുകളിൽ നിന്ന് ഞങ്ങളെ പുറത്തെറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കയറിക്കിടക്കുവാനുള്ള ഒരു കൂര കെട്ടിപ്പൊക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു തരണമെന്നാണ് പറഞ്ഞത്. ഇത് ന്യായമാണോ? മഹാനായ പ്രവാചകന്റെ പിൻഗാമികളായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വരെ വിശുദ്ധ ഹറമിന്റെ വികസനവുമായി ബന്ധപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ആരും സാമൂഹ്യ ആവശ്യത്തിന് വേണ്ടി ആരെയും കുടിയൊഴിപ്പിക്കരുത് എന്ന അഭിപ്രായമുള്ളവരല്ല. പക്ഷേ ഒരു ജനവിഭാഗത്തെ കുടിയൊഴിപ്പിക്കുക എന്നതിനർത്ഥം ഈ രാജ്യത്ത് കുത്തകകളെ കുടിയിരുത്തുകയും ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ തെരുവിലേക്ക് കടത്തിണ്ണകളിലേക്ക് വലിച്ചെറിയലുമാണ് എന്ന ആധുനിക ഭ്രാന്തൻ വികസനത്തോട് വിചാരണയുടെ സമീപനമല്ലാതെ ഒരർത്ഥത്തിലും അതിനെ അംഗീകരിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് മൂലമ്പള്ളി നിവാസികൾ പറഞ്ഞത്, വികസനമാവാം, പക്ഷേ ഞങ്ങൾക്ക് കുടിലുകൾ വേണം. പാവപ്പെട്ട ഒരു ജനവിഭാഗത്തെ 10-15 കുടുംബത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മണ്ണിൽ നിന്ന് പറിച്ചെറിയുമ്പോൾ അമ്മമാരും കൊച്ചു കുട്ടികളും അവരുടെ സ്കൂൾ ബാഗുകളും കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച പത്രകോളങ്ങളിൽ വന്നതാണ്. അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ അവിടെ എത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്തിയിട്ട് അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല. അവർ എത്തിയതിന് ശേഷം അവർക്ക് 10-12 കുടുംബങ്ങൾക്ക് ഒരു ഷെൽട്ടർ നിർമ്മിച്ചു കൊടുത്തു. അവരുടെ ജാതി ചോദിച്ചിട്ടില്ല, മതം ചോദിച്ചിട്ടില്ല. അവർ ഈ മണ്ണിൽ നിന്ന് പറിച്ചെറിയപ്പെടാൻ പാടില്ലാത്തവരാണ്, മണ്ണിന്റെ മക്കളാണ്, ഈ രാജ്യത്ത് ജനിച്ചു വീണവരാണ്, അവരുടെ അവകാശമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഭൂരഹിതർക്ക് ഭൂമി എന്നത് മൗലികമായ ഒരു വിഷയമാണ്. അത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് മൂലമ്പള്ളി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സോളിഡാരിറ്റി പിന്തുണച്ചത്. ആതിരപ്പള്ളി സമരവും അങ്ങനെ തന്നെയാണ്, കുത്തക വിരുദ്ധ സമരവും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയട്ടെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രാജ്യസ്നേഹം ചോദിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പാവപ്പെട്ട ചില്ലറ വ്യാപാരികളെങ്കിലും അവരുടെ കുത്തുവാളയെടുക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കഞ്ഞികുടി മുട്ടിക്കുവാനുള്ള നിയമനിർമ്മാണം നടത്തിയത് ആരാണ് എന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആക്രോശിക്കാനുള്ള അവസരം പോലും അധികാരിവർഗത്തിന് ലഭിക്കുമായിരുന്നില്ല. കാർഷിക രംഗത്ത് എല്ലാ അർത്ഥത്തിലും അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ കുത്തക നിയമം ഞങ്ങളെന്നും പറഞ്ഞതാണ്. അതായത് ആണവ കരാറിൽ നിന്ന് തുടങ്ങുന്നതല്ല അമേരിക്ക ഇന്ത്യ ബാന്ധവം എന്ന് പറയുന്നത്. 2005 ജൂലൈ മുതൽ ആരംഭിച്ചതാണ് ഈ മൻമോഹൻ സിംഗിന്റെ സർദാർജിയുടെ അമേരിക്കയിലേക്കുള്ള യാത്ര. ഓരോ തൂക്കിനും ഓരോ കരാർ ഒപ്പുവെച്ചിട്ടാണ് മൻമോഹൻ തിരിച്ചു വന്നത്. അന്ന് ഞങ്ങൾ കേരളീയ സമൂഹത്തോട് പറഞ്ഞു, ഇന്ത്യയെ വിൽക്കരുത്, മൻമോഹൻ ഇന്ത്യയെ വിൽക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് ചോദിച്ചു, എന്തിനാണ് ഇത്ര കടുത്ത പദപ്രയോഗം നടത്തുന്നത്? അത് കഴിഞ്ഞിട്ട് ശ്രീ മൻമോഹൻ ഇന്ത്യയെ വിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തേക്ക് ശ്രീ മൻമോഹന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഈ രാജ്യത്തേക്ക് ജോർജ് ഡബ്ല്യു ബുഷ് വന്നപ്പോഴും ജമാഅത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞു, ബുഷ് ഗോ ബാക്ക് എന്ന അതിഥിയെ മാനിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം അതിഥിയല്ല. അന്ന് മിസ്റ്റർ ജോർജ് ഡബ്ല്യു ബുഷ് ഈ രാജ്യത്തിൽ നിന്ന് വിമാനം കയറിയത് എത്ര കരാർ ഒപ്പുവെച്ചിട്ടാണെന്ന് അറിയാമോ? 10 കരാർ ഒപ്പുവെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഈ കേരളത്തിൽ ഈ രാജ്യത്തിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ജോർജ് ഡബ്ല്യു ബുഷ് 10 കരാർ ഒപ്പുവെച്ചിട്ടാണ് വിമാനം കയറിയത്. അതിന് നേതൃത്വം കൊടുത്തത് KPCC പ്രസിഡന്റ് മനസ്സിലാക്കണം ശ്രീ മൻമോഹൻ സിംഗ് ആണ്. സോണിയ
രാജ് പറഞ്ഞു കുത്തക നിയമം പിൻവലിക്കണമെന്നോ. പക്ഷേ മൻമോഹന് നിർവാഹമുണ്ടായിരുന്നില്ല. അതിന്റെ ഫലം പിന്നെ ഈ രാജ്യത്ത് എന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന, ഷട്ടർ വീണുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കടകളുടെ ഉടമകൾ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ രാജ്യത്ത് 20 കോടി ജനങ്ങളാണ് ചില്ലറ വ്യാപാര മേഖലകളെ അവലംബിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 20 കോടി ജനങ്ങൾ, 4 കോടി ചില്ലറ വ്യാപാരികൾ, അവരെ അവലംബിക്കുന്ന 20 കോടി ജനങ്ങൾ. ഈ 20 കോടി ജനങ്ങളുടെ കഞ്ഞിയിൽ പോയി വാരിയിടുന്ന നിയമനിർമ്മാണം നടത്തിയത് UPA സർക്കാരാണ്. ബുഷിന്റെ നിർദ്ദേശപ്രകാരം ഈ മേഖലയിലേക്ക് കൂടി മൂലധനം പരന്നൊഴുകാനുള്ള അനുവാദം നൽകി. വാൾമാർട്ടും റിലയൻസും സ്പെൻസറും ഉൾപ്പെടെയുള്ള വിരലിലുണ്ടാകുന്ന 10 കുത്തകളുടെ വയറ് നിറയുമ്പോൾ 20 കോടി ജനവിഭാഗത്തിന്റെ വയറാണ് പട്ടിണിയുടെ വയറായി മാറുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള വിവേചനമില്ലാത്ത പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞത് മൻമോഹൻ ഇന്ത്യയിൽ കരുതിയെന്ന്. അത് തിരിച്ചറിവിന്റെ മുദ്രാവാക്യമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ ആശയപരമായ ഐഡിയോളജിയുടെ ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്ന് ഉയർത്തിയ മുദ്രാവാക്യമാണ്. കരിമണൽ ഖനനത്തിന്റെ CZMന്റെ ഒരുപാട് വിഷയം ഈ അർത്ഥത്തിൽ എനിക്കെടുത്ത് ഉദ്ധരിക്കാവുന്നതാണ്. സമയം എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കടന്നുവരവ് നമ്മുടെ രാജ്യത്ത് ആണവ കരാറോടുകൂടി പൂർണ്ണമാവുകയാണ്. ഇവിടെ നമ്മുടെ സമീപനം എന്നാൽ ഇത് മൗലികമായ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് നോക്കുകുത്തികളാകാം, നിങ്ങൾക്ക് മുതലാളിത്തത്തിന്റെ വൈതാളികരാകാം, നിങ്ങൾക്ക് സാമ്രാജ്യത്വത്തിന്റെ പാദസേവകരാകാം, നിങ്ങൾക്ക് കരിയൊഴിയിലൊഴിച്ച അതേ ADBയെ തന്നെ പാദസേവ ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുടിയിരുത്തിയതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോണിന് ഈ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും ഓശാന പാടാം. നിങ്ങൾ ഇവിടെ നിലയുറപ്പിക്കുന്നു എന്ന മൗലികമായ ചോദ്യമാണ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യത്തിലൂടെ ഉയർത്തുന്നത്. പൊരുതുന്ന യൗവനത്തെ പ്രതിനിധീകരിക്കുവാൻ ഇന്നത്തെ യുവത്വ സന്നദ്ധമാണോ? വാർദ്ധക്യ സഹജമായ പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന വാർദ്ധക്യത്തിന്റെ പ്രതീകങ്ങളായി മാറണോ? എല്ലാ ജീർണതകളുടെയും മട്ടിപ്പേറുന്ന ആധുനിക ജീർണതയുടെ വാഹകരായിട്ട് നമ്മൾ മാറണോ എന്ന മൗലികമായ ചോദ്യം ഈ മുദ്രാവാക്യം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർന്നത് ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ശുദ്ധവേദ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ഇതല്ലേ സഹോദരന്മാരെ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നുവോ? നിങ്ങൾ അതുപോലെ തന്നെ ദലിതുകൾക്ക് വേണ്ടി സംസാരിക്കുന്നുവോ? നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർക്ക് വീട് വെക്കുന്നുവോ? ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭാഷ തിരികയില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ് അതിന്റെ പാത. ആ പ്രവാചക പൂങ്കവൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ മൗലികാവകാശങ്ങളുടെ വിഷയത്തിൽ പ്രവാചകൻ ഇത്തരത്തിലുള്ള പ്രമാണങ്ങളാണ് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് 10-13 കൊല്ലക്കാലത്തോളം പോരടിച്ച പ്രവാചകന്റെ പ്രതിയോഗികൾ മക്കയിൽ ക്ഷാമത്തിലാണെന്ന് പറയുമ്പോൾ മദീനയിൽ നിന്ന് ഒട്ടക സംഘത്തെ അല്ല, ഒരു റിലീഫ് സംഘത്തെ മദീനയിലേക്ക് വിട്ട പ്രവാചകന്റെ പാതയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ബദറിൽ പടവെട്ടിയ പ്രവാചകന്റെ എതിരാളികളും ശത്രുക്കളുമായ മുശ്രിക്കുകളായ ജനവിഭാഗം ക്ഷാമത്തെ നേരിട്ടപ്പോൾ, ശത്രുക്കളാണെങ്കിലും അവർ ക്ഷാമത്തെ നേരിടുമ്പോൾ അവരുടെ മൗലികമായ അവകാശങ്ങൾ പരിഹരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മദീനയിൽ നിന്ന് പ്രവാചകന്റെ റിലീഫ് സംഘം അങ്ങ് മക്കയിലേക്ക് പോകുന്നു. അബൂ സുഫിയാന്റെ കയ്യിൽ തങ്ങളുടെ ദൗത്യ സംഘം അവരുടെ ഈ റിലീഫ് സംഘത്തിന്റെ എല്ലാ സന്നാഹങ്ങളും അവർക്ക് മുമ്പിൽ ഇറക്കി വെക്കുന്നു, എന്നിട്ട് വിതരണം ചെയ്യുന്നു. ഈ പ്രവാചകൻ ഇത്തരത്തിലുള്ള വിഷയത്തിൽ മതം പഠിപ്പിച്ചിട്ടില്ല, മനുഷ്യനെയാണ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ മനുഷ്യത്വത്തിന്റെ മുദ്രാവാക്യമാണ് സോളിഡാരിറ്റി ഉയർത്തുന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന വിശുദ്ധ വേദവാക്യത്തിന്റെ അർത്ഥം എന്താണ്? കുൻതും ഖൈറ ഉമ്മത്ത്, നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ്. ആർക്കു വേണ്ടി എന്ന ചോദ്യം മർമ്മപ്രധാനമാണ്. ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ. ഉഖ്രിജത് ലിന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്. അന്നാസ് അഥവാ മനുഷ്യർക്ക് വേണ്ടി എന്നതാണ്. മനുഷ്യരിൽ ആദിവാസികളുണ്ട്, ദലിതുകളുണ്ട്, അടിച്ചമർത്തപ്പെട്ടവരുണ്ട്, എല്ലാ ജനവിഭാഗവും അതിനകത്ത് ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മനുഷ്യകുലത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ. ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഞാൻ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല. സമുദായം ഒരു ഘടകമാണ്. ആ സമുദായത്തിന്റെ സമുദ്ധാരണം ഒരു ദൗത്യമാണ്. ആ ദൗത്യം കഴിഞ്ഞ കാലങ്ങളായി വളരെ ഭംഗിയായിട്ട് സോളിഡാരിറ്റിയും അതിന്റെ മാതൃപ്രസ്ഥാനവും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് സമുദ്ധരിച്ച ഒരു സമുദായത്തിന്റെ ആദർശവും മൂല്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു തലമുറയെ മുൻനിർത്തിക്കൊണ്ട് ഈ വിപ്ലവത്തിന് ഞങ്ങൾ മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ജനവിഭാഗത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹമെന്ന ഉജ്ജ്വലമായ ആശയമാണ് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിച്ചതെന്താണ്? ഒരിക്കലും ഒരു പ്രവാചകനും പള്ളിയുടെ മെമ്പറുകളിലും മിനാരങ്ങളുടെ പരിസരങ്ങളിലും ചുറ്റിക്കറങ്ങുന്ന ഏതോ അർത്ഥത്തിൽ ലോകത്തെക്കുറിച്ച് അറിയാത്ത, ലോകത്തെക്കുറിച്ച് അറിയേണ്ടതില്ലാത്ത വെള്ളിയാഴ്ച മെമ്പറുകളിൽ നിന്ന് അറബികളിൽ ജനങ്ങളോട് എന്തെങ്കിലും ഉരുവിട്ടു പോകേണ്ടുന്ന, അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കർമ്മശാസ്ത്രത്തിന്റെ ഫത്വ കൊടുക്കേണ്ടുന്ന
അറിയേണ്ടുന്ന ലോകമറിയേണ്ടതില്ലാത്ത ഏതോ അർത്ഥത്തിലുള്ള ഒരു പുരോഹിതനാണ് ഒരു പ്രവാചകൻ എന്ന കാഴ്ചപ്പാട് നമുക്കാർക്കും ഉണ്ടാകേണ്ടതില്ല. ചരിത്രത്തിന്റെ പ്രവാചകന്മാർ സമൂഹത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മാർഗദർശനം കാണിച്ചു കൊടുത്തതുകൊണ്ട് സമൂഹത്തെ മുമ്പിൽ നടത്തി അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നടന്ന സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്തവരായിരുന്നു. ഇത് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. അഥവാ നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുന്ന അതുപോലെ തന്നെ അവർക്ക് അനുവദനീയമായത് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന അവർക്ക് വേണ്ടാത്തത് പാടില്ലാത്തത് അവർക്ക് വിലക്കുന്ന അതേസമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് എല്ലാ അർത്ഥത്തിലും അവരുടെ ചെങ്ങലക്ക് അവരുടെ മുതുകിനെ ധരിക്കുന്ന ഭാരം ഇറക്കി വെക്കുന്ന അവരുടെ കൈകാലുകളെ ബന്ധിക്കുന്ന ചെങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റുന്ന വിമോചനത്തിന്റെ അതിശക്തമായ സമരത്തിന്റെ പോരാളികളുടെ പക്ഷത്താണ് പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ പോരാട്ടത്തിന്റെ തനിയാവർത്തനമാണ് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നത്. ഈ പോരാട്ടത്തിന് നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് സോളിഡാരിറ്റി ഉന്നയിക്കുന്ന ചോദ്യം. അഥവാ അവർഗീയമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ട് സാമ്രാജ്യത്വത്തോടും മുതലാളിത്തത്തോടും മൂല്യവത്തായ ജീവിതത്തെ പരിചയാക്കി മാറ്റിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ധർമ്മസമരത്തിന്റെ പുതിയ അധ്യായം രചിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കൂടെ അണിനിരക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സമൂഹം, എന്റെ പ്രിയപ്പെട്ട യൗവനം അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവത അത്തരത്തിലൊരു പൊരുതുന്ന യൗവനത്തിന്റെ പക്ഷം ചേരുവാൻ സന്നദ്ധമാകണമെന്നാണ് സോളിഡാരിറ്റി ആവശ്യപ്പെടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അത് നിരാലംബർക്ക് വേണ്ടിയാണ്, അത് പാർശ്വവൽക്കൃത സമൂഹത്തിന് വേണ്ടിയാണ്. വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിച്ചുവല്ലോ, വളരെ നിസ്സാരമായിട്ടല്ല നിങ്ങൾ സ്വർഗീയ ലോകത്തേക്ക് കടന്നു വരേണ്ടത്. അഥവാ നിങ്ങൾ സ്വർഗീയ ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിലൂടെയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണം എന്ന് പറയുന്നത് ദുർഘടമായ പാതയാണ്. അലന്ന ജഅലഹു ഐനൈൻ വലിസാനും വശഫതൈൻ ഫഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമൻ ഫി യൗമിൻ ദി മസ്അബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. വിശുദ്ധ വേദഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് എന്താണ് വിശ്വാസിയുടെ സമരപാത എന്ന് കൃത്യമായിട്ട് നിർണയിച്ചു തരികയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കാണാനുള്ള കണ്ണു തന്നു, അതിനർത്ഥം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കണ്ണു തന്നു എന്നുള്ളതാണ്. മൃഗത്തിന്റെ കാഴ്ച പോലെയല്ല നമ്മുടെ കാഴ്ച, മൃഗത്തിന്റെ കണ്ണ് പോലെയല്ല നമ്മുടെ കണ്ണ്. ഒരു നോട്ടത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഗ്രാഹ്യശേഷി നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള നാവ് തന്നോ. ഇതിനർത്ഥം സംസാരിക്കുക എന്നത് മാത്രമല്ല ആശയവിനിമയത്തിനുള്ള കഴിവ് തന്നോ. ഫഹദൈനാഹു നജ്ദൈൻ മാർഗദർശനവും തന്നോ. അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ആശയവിനിമയം നടത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് ആശയവിനിമയം നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ശരിതെറ്റുകളെ നിർണ്ണയിക്കുന്നിടത്ത് മാനദണ്ഡമായി വർത്തിക്കുവാനുള്ള ഖുർആൻ ആയിക്കൊണ്ട് ഹിദായത്തും മാർഗദർശനവും നിങ്ങൾക്ക് തന്നോ. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഫലഖതഹമൽ അഖബ. എന്നിട്ട് എന്തുകൊണ്ടാണ് ദുർഘടമായ പാത നിങ്ങൾ താണ്ടിക്കിടക്കാത്തത്? ദുർഘടപാത നിങ്ങൾ എന്തുകൊണ്ട് താണ്ടിക്കിടക്കുന്നില്ല? ഇത് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. അഥവാ ദുർഘടമായ പാത എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ ജാടയും മുടയാടകളുമായി ഏതോ കേന്ദ്രങ്ങളിൽ അടയിരിക്കുന്നതിനെ കുറിച്ചല്ല ദുർഘടമായ പാത എന്ന് പറയുന്നത്. അതിനപ്പുറം സമൂഹ സമക്ഷം നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുകയും ആ സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ സമരപാത വെട്ടിത്തെളിയിക്കലുമാണ് യഥാർത്ഥത്തിൽ ദുർഘടമായ പാത. അതിൽ മനുഷ്യനുണ്ട്, അതിൽ ചുറ്റുപാടുമുള്ള സമൂഹമുണ്ട്. ആ സമൂഹമില്ലാത്ത, ചുറ്റുപാടില്ലാത്ത, അയൽക്കാരനില്ലാത്ത, മർജിതനില്ലാത്ത അഥവാ തന്റേതായ ഒരു സ്വാർത്ഥതയുടെ ലോകം, ആ സ്വാർത്ഥതയുടെ ലോകത്ത് ഒരുപാട് ആത്മീയമായ നിർമ്മിതി കണ്ടെത്തുന്ന സംതൃപ്തിയുടെ ഒരു ലോകം. ഇതും ഇസ്ലാം വിഭാവന ചെയ്യുന്നില്ല. തന്നിലേക്ക് ചുരുങ്ങുന്നതിന് പകരം സമൂഹത്തിലേക്ക് വ്യാപിക്കുവാനും വ്യവഹരിക്കുവാനുമാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ആ ഗിരിമാർഗം അല്ലെങ്കിൽ എന്താണ് ആ ദുർഘടപാത? ഇത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. ഫഖുറഖബ, അടിമകളുടെ വിമോചനം. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു ഔ ഇത്ആമൻ ഫീ യൗമിൻ ദി മസ്അബ. അതുപോലെ തന്നെ പ്രയാസവും ദുരിതവും പേറുന്ന ജനവിഭാഗത്ത് ദുരിതം പേറുന്ന ദിനങ്ങളിൽ അന്നം കൊടുക്കുക. ഔ മിസ്കീനൻ ദാ മത്രബ ഔ യതീമൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മത്രബ. അതുപോലെ തന്നെ അനാഥകൾ, അടുത്ത അനാഥകൾക്ക് അന്നം കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണോടൊട്ടിക്കിടക്കുന്ന അടിച്ചമർത്തപ്പെട്ട പാരിച്ചേറിൽ അമർന്നു കിടക്കുന്ന ഒരു ജനവിഭാഗത്തിന് അന്നം കൊടുക്കുക. ഈ അർത്ഥത്തിൽ തന്റെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമില്ലാത്ത പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടി സമരം നിർവഹിക്കുക എന്നത് നമ്മുടെ മുമ്പിലുള്ള സ്വർഗത്തിലേക്കുള്ള. എന്നിട്ട് ഖുർആൻ അവസാനം പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന, പരസ്പരം ക്ഷമയും സഹനവും ഉപദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസിയുടെ വലതുപക്ഷമെന്ന് വിശേഷിപ്പിച്ച വിശ്വാസിയുടെ സ്വർഗത്തിന്റെ പാതയാണ് മേൽ വിവരിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ശേഷിക്കുന്ന ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോളിഡാരിറ്റി പൊരുതുന്ന യൗവനത്തെ അവതരിപ്പിക്കുന്നത് അതിശക്തമായ കരുത്തുറ്റ ഒരു ഐഡിയോളജിയുടെ
കരുത്തറ്റ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഐഡിയോളജിയാണ് ഇന്നത്തെ ലോകത്തെ നിർണ്ണയിക്കുന്നത്. ആ ഐഡിയോളജിയാണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വത്തോട് മുഖാമുഖം നിന്നുകൊണ്ട് പോരാട്ടത്തിന്റെ പുതിയ അധ്യായം രചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. സോളിഡാരിറ്റിയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് സമരത്തോടുകൂടി മാത്രമല്ല, സേവനത്തോടുകൂടിയാണ്. അന്തരീക്ഷത്തിൽ ഉയരുന്ന അതിശക്തമായ ഉരുക്കുമുട്ടികൾ ഈ രാജ്യത്ത് പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി വിയർപ്പൊഴുക്കാൻ കൂടി ഉപയോഗപ്പെടുത്തണമെന്നത് സോളിഡാരിറ്റിയുടെ വിദ്യാഭ്യാസമാണ്. അതിന്റെ പ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തെർബിയത്താൻ അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് തിന്മക്കെതിരെ അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരടിക്കുന്ന പോരാളികൾ ഈ രാജ്യത്ത് അതിന്റെ ഇരകളാക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ കൈത്താങ്ങായി വർത്തിക്കണം. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു ഭാഗത്ത് പോരാട്ടത്തെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ മറുഭാഗത്ത് സേവനത്തിന്റെ പുതിയ ഒരു അന്തരീക്ഷം ഈ കേരളീയ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നും കേരളത്തിൽ 500ഓളം വീടുകൾ സോളിഡാരിറ്റിയുടെ ഒരു സ്നേഹോപകാരമായി, ഒരു സമ്മേളനത്തിന്റെ സ്നേഹോപകാരമായി ഇന്ന് കേരളത്തിൽ ലഭിച്ചു കഴിഞ്ഞു. അത് സോളിഡാരിറ്റിയുടെ സമ്മാനമായി, സ്നേഹോപകാരമായി. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഒരു സമ്മേളനത്തിന്റെ സ്നേഹോപകാരം സോളിഡാരിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് നിവാസികൾക്ക് ശല്യമാവുകയില്ല, പ്ലാസ്റ്റിക് പ്രളയമാവുകയില്ല, ഫ്ലക്സിന്റെ കൂമ്പാരമാവുകയില്ല. നിങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്ന ഒരു യുവതയുടെ സമ്മാനമായിരിക്കും സോളിഡാരിറ്റിയുടെ സമ്മേളനമെന്ന് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഈ ചരിത്ര സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് 100 വീട് പ്രഖ്യാപിച്ചോ. ഒരു സംസ്ഥാന സമ്മേളനം സമ്മാനിക്കുന്നത് 100 വീടാൻ. പക്ഷേ അത് കാര്യമായി വന്നപ്പോൾ, ആളുകൾ പണിയെടുത്തപ്പോൾ, ആളുകൾ ഈ പണിയെടുക്കുന്ന യൗവനത്തെ അംഗീകരിക്കാൻ സന്നദ്ധമായപ്പോൾ 500 വീടുകളായി. അവിടെ ഞങ്ങൾ ജാതിയും മതവുമല്ല, മനുഷ്യനെയാണ് നോക്കിയത്. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആകാശം മുകളിലാകാശം താഴെ ഭൂമി, എന്നിട്ട് കടയുടെ ഷട്ടർ ഒന്ന് താഴ്ത്തിയിട്ടിട്ട് വേണമെന്ന് അന്തി ഉറങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഇന്ത്യ സൂപ്പർ പവർ ആകാൻ പോകുന്നു. അറിയില്ല സർദാർജി, എവിടേക്കാണ് ഇന്ത്യ സൂപ്പർ പവർ ആകാൻ പോകുന്നത് എന്ന്. 40 കോടി അക്ഷരമില്ലാത്ത നാടാണ് ഇന്ത്യ, 40 കോടിക്ക് ഭക്ഷണമില്ലാത്ത നാടാണ് ഇന്ത്യ, തെരുവിൽ അലയുന്ന കോടാനുകോടി ജനവിഭാഗത്തിന്റെ നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയെ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നാണയപ്പെരുപ്പം 11 കടന്നിട്ട് ഭക്ഷ്യക്കമ്മി കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ത്യ സൂപ്പർ പവർ ആകാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, മുകളിലാകാശം താഴെ ഭൂമി, എന്നിട്ട് അന്തി ഉറങ്ങാൻ ഒരു കൂര പോലുമില്ലാത്ത 400 കുടുംബങ്ങൾക്ക് വെയിലും മഴയും എന്തെന്നറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനാഥ മക്കൾക്ക് വെയിലും അതുപോലെ തന്നെ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന സ്നേഹത്തിന്റെ മേൽക്കൂര, വിയർപ്പിന്റെ ഗന്ധമുള്ള സോളിഡാരിറ്റി പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള സ്നേഹത്തിന്റെ മേൽക്കൂര പണിയാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി, എന്നാൽ അതിനേക്കാൾ വലിയ വിനയത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സോളിഡാരിറ്റി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തുടർന്നു വന്നത്. ഭീകരവേട്ട അല്ലെങ്കിൽ അതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ സോളിഡാരിറ്റിക്ക് വന്നിട്ടുണ്ട്. അഥവാ തീവ്ര പോരാഞ്ഞിട്ട് ജമാഅത്ത് രൂപീകരിച്ച ഒരു സംവിധാനം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സേവനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൂട്ടം കൈമാറുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇത് ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഈ രാജ്യത്തെ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശം അത് നിങ്ങൾക്ക് കിട്ടാൻ അല്പം വൈകി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പല അമ്മമാരും ഉമ്മമാരും നിറകണ്ണുകളോടുകൂടിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോൽ കൂട്ടങ്ങൾ ഏറ്റുവാങ്ങിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിമർശനങ്ങളുടെ കൂരമ്പകൾ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുവാനും കേരളീയ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചത് നിറകണ്ണുകളോടുകൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങിയ ഉമ്മപ്പങ്കന്മാരുടെ കണ്ണീർ ചാലുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത്തരം പ്രാർത്ഥനാ നിർഭരമായ ഒരു സമൂഹത്തെയാണ് സോളിഡാരിറ്റി വളർത്തിയെടുത്തത്. അധികാരത്തിന്റെയോ അല്ലെങ്കിൽ ലഹരിയുടെയോ മത്തുപിടിച്ച് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ തെരുവോരങ്ങളിൽ ആടിത്തിമിർക്കുന്ന മാഫിയ സംഘങ്ങൾക്ക് ജന്മം നൽകിയ പ്രസ്ഥാനമല്ല. അതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ നിർഭരമായി സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ കരുത്ത് കാണിച്ച ഒരു യുവതയ്ക്ക് ജന്മം നൽകിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ സന്തതിയാണ് സോളിഡാരിറ്റി. അത് പൊരുതുന്ന യൗവനത്തിന്റെ കേരളത്തിൽ അവശേഷിക്കുന്ന ഏക പ്രതിരൂപമാണ്, പ്രതിനിധിയാണ്. ആ അർത്ഥത്തിൽ അതിനെ പ്രതിനിധീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സമൂഹം സന്നദ്ധമാകണമെന്നാണ് എനിക്ക് പറയുവാനത്. സമയം അതിക്രമിച്ചോ. ഒരൊറ്റ കാര്യം കൂടി, കേരളത്തിന്റെ വടക്കേയറ്റത്ത് 4000 കുടുംബങ്ങൾ, മനുഷ്യനോ അതല്ല, മനുഷ്യനോ ജീവിച്ചിരിപ്പോ അല്ലെങ്കിൽ ജീവിക്കുന്നവോ അതല്ല, മരിക്കലാണോ നല്ലത് എന്ന് തിരിച്ചറിയാത്ത വിധം ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന തല വലുതായി, ഉടല് ചെറുതായി, എന്നിട്ട് ശരീരത്തിന്റെ വലിയ ഭാഗം തളർന്ന, ശരീരത്തിൽ ഒരുപക്ഷെ പലപ്പോഴും മൗലികമായ അല്ലെങ്കിൽ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പോലും അറിയാതെ ജീവച്ഛവങ്ങളായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യ മക്കളുണ്ട് ഈ കേരളത്തിൽ. പ്രബുദ്ധ കേരളത്തിൽ, ഉത്ഭുത കേരളത്തിൽ, നാം സാക്ഷരത നേടിക്കുന്ന കൊച്ചു കേരളത്തിൽ. അത് വടക്കേ മലബാറിലായതുകൊണ്ട് ആരും അറിയില്ല. കേരളം പലപ്പോഴും തിരുകൊച്ചി സംസ്ഥാനമാണ്, മലബാർ കേരളത്തിൽ ബാധകമല്ല. അങ്ങ് തലസ്ഥാന നഗരിയിരിക്കുന്ന കൊടിവെച്ച കാറിൽ സഞ്ചരിക്കുന്ന പല മന്ത്രിമാർക്കും മലബാർ അറിയില്ല, ഒരുപാട് വിഷയത്തിൽ അറിയില്ല. അതുപോലെ അങ്ങ് കാസർഗോഡും അറിയില്ല. ആ കാസർഗോഡിന്റെ
തെരുവോരങ്ങളിൽ 4000 കുടുംബങ്ങൾ, അവർക്ക് ഗവൺമെന്റിന്റെ മെഡിക്കൽ കാർഡ് കിട്ടിയിട്ടില്ല. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദുരന്തപൂർണമായ ജീവിതമാണ്. ഞങ്ങൾ സന്ദർശിച്ചോ, നിറകണ്ണുകളോടുകൂടിയല്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരുക സാധ്യമല്ല. കുട്ടികൾക്ക് കാവലിരിക്കുന്ന അമ്മമാർ, പുറത്തു പോയാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന ആന്തരികാവയവങ്ങളിൽ പ്രാണിയിരിക്കുമ്പോൾ അട്ടഹസിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം എന്നത് ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത കുട്ടികൾ, ഇത്തരം ഒരു വലിയ ജനവിഭാഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തോട് സോളിഡാരിറ്റി പറഞ്ഞു. ഇതാ ഈ വടക്കേ മലബാർ അല്ലെങ്കിൽ മലബാറിന്റെ വടക്കേയറ്റത്ത് ഏതാനും മനുഷ്യ മക്കൾ പുഴുക്കളെ പോലെ ജീവിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ സന്നദ്ധമാണ്, നിങ്ങൾ സഹായിക്കണം. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ന് 83 ലക്ഷം രൂപയുടെ പുനരധിവാസ പദ്ധതി അവിടെ പ്രഖ്യാപിക്കുകയും വളരെ ഭംഗിയായി അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വളരെ ഭംഗിയായിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങളെന്ന് കേരളീയ സമൂഹത്തോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾ തരുന്ന 1 രൂപയിൽ നിന്ന് 1 പൈസ പോലും നഷ്ടപ്പെടുകയില്ല. മറിച്ച് നിങ്ങൾ തരുന്ന 1 രൂപയും 10 പൈസയുമായിട്ടായിരിക്കും അവിടെ എത്തുക, വർദ്ധിക്കുകയല്ലാതെ അത് കുറയുകയില്ല എന്ന ഗ്യാരണ്ടി കേരളീയ സമൂഹത്തിന് കൊടുത്തിരുന്നു. പക്ഷേ സോളിഡാരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 5 കൊല്ലത്തെ ചരിത്രം കൊണ്ട് പറയട്ടെ. സോളിഡാരിറ്റി വളർന്നത് മീഡിയകളുടെ പിന്തുണ കൊണ്ടല്ല, മീഡിയകളുടെ അവഗണന കൊണ്ടാണ്. മീഡിയകളുടെ അവഗണന കൊണ്ടും പ്രസ്ഥാനങ്ങൾക്ക് വളരാമെന്നതിന്റെ തെളിവ് കേരളത്തിലുണ്ട് എങ്കിൽ അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനമനസ്സുകളിലാണ് ഇത് വേരൂന്നിയത്, ജനമനസ്സുകളിലാണ് ഇത് പടർന്നു പിടിച്ചത്. ഇല്ലാത്തവന്റെ പക്ഷത്താൻ കാച്ചുമടക്കാർക്ക് സോളിഡാരിറ്റി നോട്ടീസിലൂടെയല്ല അറിഞ്ഞത്, അതിന്റെ അനുഭവത്തിലൂടെയാണ്. ഒരു ജനസമൂഹത്തിനിടയിലൂടെ ജീവിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് സോളിഡാരിറ്റി അതിനെ പ്രചരിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ രാജ്യത്ത് തൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വലിയ ഒരു പരിപാടി നടന്നു. 83 ലക്ഷത്തിന്റെ പ്രൊജക്ട്. അത് കേരളീയ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് ക്ഷേത്രമുറ്റത്തിൽ നിന്ന് വരെ പണം പിരിച്ചു തന്ന ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് അറിയിക്കുവാൻ ഞങ്ങൾ കൊതിച്ചോ. എന്നിട്ടെല്ലാ മീഡിയകളോടും ഇത് ഒപ്പിയെടുക്കാൻ പറഞ്ഞു. എല്ലാ മീഡിയകളും ഒപ്പിയെടുത്തോ. പക്ഷേ ഡെസ്കിൽ വന്നപ്പോൾ അത് നിരാകരിച്ചോ. അഥവാ അതിന് വെളിച്ചം കാണാൻ ഈ രാജ്യത്തെ മീഡിയ കോമാളികൾ സമ്മതിച്ചില്ല. അതിന്റെ അനന്തരഫലം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞോ. എന്റെ മീഡിയ സുഹൃത്തുക്കൾ കൂടി ചിന്തിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നന്ദിഗ്രാമിലേക്ക് കേരളത്തിലെ ഇന്ന് കരയാൻ മാത്രം പഠിച്ച, ശബ്ദിക്കാനും പ്രതികരിക്കുവാനും വിസ്മരിച്ചുപോയ ആധുനിക യൗവനത്തിന്റെ പ്രതീകമായ ഈ കേരളത്തിലെ മുഖ്യധാര യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് പിരിവെടുത്തു. നന്ദിഗ്രാമിലേക്ക് പിരിവ് 14 ജില്ലകളിൽ നിന്ന് മുഖ്യധാര യുവജന പ്രസ്ഥാനത്തിന് കിട്ടിയത് 1-2 ലക്ഷം. എന്നിട്ട് പിറ്റത്തെ ദിവസം പത്രസമ്മേളനം എന്താണെന്നറിയാമോ? ഈ 2 ലക്ഷം രൂപ പിരിച്ചത് അവിടെ എത്തിയോ എത്തിയില്ലേ എന്നതിനെ കുറിച്ചുള്ള വിവാദ പത്രസമ്മേളനം 10 മിനിറ്റ് കാണിക്കുവാൻ നമ്മുടെ മീഡിയകൾക്ക് സമയമുണ്ടായി. 2 ലക്ഷം രൂപ 14 ജില്ലകളിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിരിച്ചത് എത്തിയോ എത്തിയില്ലയോ എന്ന് കേരളത്തിലെ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ 10 മിനിറ്റ് പത്രസമ്മേളനം അനുവദിച്ച നമ്മുടെ മീഡിയകൾ 83 ലക്ഷത്തിലെ ദുരിതം പേറുന്ന ഒരു ജനവിഭാഗത്തിന്റെ പുനരധിവാസ പദ്ധതിക്ക് വെളിച്ചം നൽകുവാൻ മടി കാണിച്ചുവെങ്കിൽ നിങ്ങളുടെ മടിയിൽ നിന്നും ഈ രാജ്യത്തെ ജനവിഭാഗം കണ്ണു തുറന്ന് ഞങ്ങളെ കാണുന്നത് കൊണ്ടാണ് 5 കൊല്ലം കൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഇവിടെയും ഞങ്ങൾ പ്രാർത്ഥനാ നിർഭരാൻ, ഞങ്ങൾ വിനയാന്യതരാൻ. അതുകൊണ്ട് എന്റെ യുവ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ വൃഥാവിലാക്കണോ? ലഹരിയുടെ അല്ലെങ്കിൽ അർത്ഥത്തിലുള്ള അശ്ലീലതയുടെ ഒരു ലോകത്തേക്ക് നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ വലിച്ചെറിയണമോ? അതല്ല, നിങ്ങളുടെ യുവത്വത്തെ ആധുനിക കാലഘട്ടത്തിലെ ധർമ്മസമരത്തിന്റെ പാതയിൽ അടയാളപ്പെടുത്തണോ? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. ജീവിതം അർത്ഥവത്താകണമെങ്കിൽ നഷ്ടപ്പെടാനൊന്നും നിങ്ങൾക്കില്ല, അഥവാ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ നൽകാനും ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നുവെങ്കിൽ, നമ്മൾ ശക്തിയാർജിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ കരുത്താൻ. സോളിഡാരിറ്റിയുടെ കരുത്ത് രാജ്യത്തിന്റെ കരുത്താൻ. സോളിഡാരിറ്റി കരുത്താർജിക്കുന്നത് ഈ രാജ്യത്തെ പാർശ്വവൽക്കൃത സമൂഹത്തിന്റെ കരുത്താൻ. ദുർബലരായ നിരാലംബരായ സമൂഹത്തിന്റെ പ്രതീക്ഷയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള അത്താണിയുമാണ്. ആ അർത്ഥത്തിൽ ഇല്ലാത്തവന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന്റെ പുതിയ യൗവനത്തെ വളർത്തിയെടുക്കുവാനുള്ള സോളിഡാരിറ്റിയുടെ ശ്രമത്തോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അണിചേരുന്നുണ്ടോ എന്നാലോചിക്കണം. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, സ്വന്തം നെഞ്ചകത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ടതുണ്ട്. കാപ്പറ്റ്യമില്ലാതെ സത്യസന്ധമായി നിങ്ങൾക്ക് സഹകരിക്കാവുന്ന സംഘടനാ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കാണുക സാധ്യമാണോ? അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കരുത്തുറ്റ ഒരു ഐഡിയോളജിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാറ്റത്തിന്റെ പുതിയ ഒരു പ്രവണതയെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാൻ സന്നദ്ധമാണോ എന്ന് ചോദിക്കുന്നത്. എങ്കിൽ ആ അർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളെ കൂടി സ്വാഗതം ചെയ്യുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.